അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് വരാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം, വെളിപ്പാട് പുസ്തകം. നമുക്കറിയാം വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങളാണ്. ഓരോ അധ്യായത്തിലും ഓരോ വിഷയങ്ങളായിട്ട് നമ്മൾ സാധാരണ പഠിക്കാറുണ്ട്. 1-ാം അധ്യായത്തിലെ വിഷയം തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. 2, 3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത. 4-ാം അധ്യായം സഭ സ്വർഗത്തിൽ. 5-ാം അധ്യായം വീണ്ടെടുപ്പിൻ്റെ ഗാനം. 6-ാം അധ്യായം 6 മുദ്ര പൊട്ടിക്കുന്നതായിട്ട് കാണുന്നു. 7-ാം അധ്യായത്തിൽ 144,000 പേർക്ക് മുദ്ര ഇടുന്നതായിട്ട് കാണുന്നു. 8-ാം അധ്യായത്തിൽ 7-ാം മുദ്ര പൊട്ടിക്കുകയും 4 കാഹളങ്ങളും ഇട്ടുന്നു. 9-ാം അധ്യായത്തിൽ യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച ദൂതന്മാരെ അടിച്ചുവിടുന്നു. 10-ാം അധ്യായത്തിൽ ചെറുപുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നു. 11-ാം അധ്യായത്തിൽ 2 സാക്ഷികൾ പ്രത്യക്ഷപ്പെടുന്നു. 12-ാം അധ്യായത്തിൽ സൂര്യധാരണിയായ ഒരു സ്ത്രീയെ ദർശിക്കുന്നു. 13-ാം അധ്യായം ഘോരവും ഭയങ്കരമായൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. 14-ാം അധ്യായം സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ 144,000 പേരെ ദർശിക്കുന്നു. 15-ാം അധ്യായം മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടി വീണ പിടിച്ച് വൈണികന്മാർ പളങ്കുന്നതിയുടെ തീരത്ത് നിന്ന് പരമപിതാവിനെ പാടി ആരാധിക്കുന്നു. വെളിപ്പാട് 16-ാം അധ്യായത്തിൽ 7 ക്രോധകലശങ്ങൾ ഭൂമിയിലേക്ക് ഒടിക്കുന്നു. വെളിപ്പാട് 17-ാം അധ്യായത്തിൽ എതിർക്രിസ്തുവിൻ്റെ മണവാട്ടി മർമ്മം മഗതിയാം ബാബിലോൺ. വെളിപ്പാട് 18-ാം അധ്യായം വാണിജ്യ ബാബിലോണിൻ്റെ അധപ്പതനം 1 മണിക്കൂർ കൊണ്ട് കത്തിച്ചാമ്പലാകുന്നു. വെളിപ്പാട് 19-ാം അധ്യായം നമ്മുടെ പ്രത്യാശയ്ക്ക് ഉതകുന്നതാ കുഞ്ഞാടിൻ്റെ കല്യാണം. നാം സന്തോഷിച്ചുല്ലസിച്ച് മകത്തം കൊടുക്കുക കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു. വെളിപ്പാട് 20-ാം അധ്യായം 1000 ആണ്ട് വാഴ്ച. വെളിപ്പാട് 21-ാം അധ്യായം പുത്തൻ യെരൂശലേം ഭർത്താവിനായിട്ട് അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിറങ്ങി വരുന്ന നയന മനോഹരമായ കാഴ്ച. വെളിപ്പാട് 22-ാം അധ്യായം ഒറ്റ വാക്ക് പറഞ്ഞാൽ ദൈവകുഞ്ഞുങ്ങൾ നിത്യതയിലേക്ക് പോവുക. അപ്പൊ ഇങ്ങനെ സാധാരണ വേഗത്തിലൊന്ന് ഓടിച്ച് വെളിപ്പാട് പുസ്തകം പഠിക്കുന്നത്. നമ്മൾ ഇന്ന് രാത്രി 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യമാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. ഒന്നുകൂടെ വായിക്കാം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. മതി. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കുമെന്ന്. 1-ാം അധ്യായം നമുക്കറിയാം തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ ദർശിക്കുക. ക്രിസ്തുവേശുവിനെ പത്മോസ് എന്ന ദ്വീപിൽ നാടുകടത്തപ്പെട്ടവനായ യോഹന്നാൻ എന്ന അപ്പോസ്തലൻ. 2 കാരണത്താൽ അപ്പോസ്തലൻ നാടുകടത്തപ്പെട്ടെന്ന 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. 1:9. നിങ്ങളുടെ സഹോദരനും നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സകഷ്ടതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ. 1 ദൈവത്തിന്റെ വചനവും 2 യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. 2 കാരണത്താൽ നാടുകടത്തപ്പെട്ടു. 1 ദൈവത്തിന്റെ വചന നിമിത്തം, 2 ക്രിസ്തുവിന്റെ സാക്ഷ്യ നിമിത്തം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന്റെ വചനത്തിന്റെ വിശുദ്ധിക്കും സാക്ഷ്യ ജീവിതത്തിനും അനുസരിച്ച് നീ ഒറ്റപ്പെട്ടാൽ പതറരുത്. നീ ആയിരിക്കുന്ന ഇടത്ത് ഇറങ്ങി വരുന്നവനാണ് നസറയൻ. ഒരു പക്ഷേ ഒറ്റപ്പെടുത്തിയെന്ന് വരാം. സഭക്കാരും ചാർച്ചക്കാരും വേണ്ടപ്പെട്ടവരും ദേശനിവാസികളും സംഘടനയും നിന്നെ ഒറ്റപ്പെടുത്തിയെന്ന് വരാം. പക്ഷേ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന, വചനത്തിന് വേണ്ടി നിൽക്കുന്ന, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന നീ അവനെ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ആ ഇറങ്ങി വരുന്ന കർത്താവിനെ യോഹന്നാൻ കർത്ത ദിവസത്തിൽ ദർശിക്കുന്നതാണ്. താഴോട്ട് കർത്ത ദിവസത്തിൽ ആത്മവിവശനായ 10-ാം വാക്യം ഓടിച്ചു വായിച്ചമ്മേ. കർത്ത ദിവസത്തിൽ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, പെർഗമോസ്, തുയതൈര, തർശീസ്, ഫിലദൽഫിയ, ലവദോക്കിയ എന്ന 7 സഭകൾക്കും ഐക്യ എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണും. അപ്പൊ യോഹന്നാൻ കർത്ത ദിവസത്തിൽ ആത്മവിവശനായി, അവശനാകുകയല്ല വിവശനായി. കർത്ത ദിവസത്തിൽ വിവശനായപ്പോൾ കണ്ട കാര്യമാണ് താഴോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്ത ദിവസത്തിൽ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്ക് അയക്കുക എന്ന് കാഹളത്തിനൊത്തൊരു ശബ്ദം എന്റെ പുറകിൽ കേട്ടു. അടുത്തത് എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. 13-ാം വാക്യം തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി എന്ന് പറഞ്ഞാൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ കർത്ത ദിവസത്തിൽ ദർശിക്കുക. ഏറ്റവും വലിയ വെളിപ്പാട് യേശുവിനെ കാണുന്നതാണ്.
കർത്താവിനെ അറിയുന്നതാ ഏറ്റവും വലിയ വെളിപ്പാട്. അവൻ യേശുവിനെ ദർശിക്കുന്നതാ ഏറ്റവും വലിയ ഭാഗ്യം. അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതാണ്. കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി യേശു ക്രിസ്തുവിനെ ദർശിക്കുക. ആ താഴോട്ടുള്ള വാക്യശകലങ്ങൾ വായിപ്പിക്കുന്നില്ല, താഴോട്ട് പഠിച്ചാൽ കർത്താവിനെ ദർശിക്കുമ്പോൾ 12 വർണ്ണനകളാണ് അവിടെ കാണുന്നത്. തലമുടി മുതൽ പാദം വരെ 12 വർണ്ണനകൾ. അത് ഓരോന്നും ആമൻ വിവരിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം. ഏറെ സമയം നമുക്ക് പോകേണ്ടി വരും, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഒറ്റവാക്കി പറയാം, ഇതുപോലെ സുന്ദരനായ, ഉന്നതനായ, മഹിമയുള്ള, മഹത്വമുള്ള, ശ്രേഷ്ഠനായ ഒരുവനില്ല. സൗമേൽ സാറ് പാടിയ പാട്ട് പാടുന്നില്ല, പറയാം. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെപ്പോലെ ആരാധ്യൻ ആരുമില്ല. ദൈവത്തിന് മഹത്വം. ആമേൻ. പേരുശ്ശേരി മത്തായിച്ചൻ പാടിയ പാട്ട് ഞാൻ എപ്പോഴും പാടും. കോടി സൂര്യപ്രഭയേറുന്ന രാജരാജനാ ക്രിസ്തു. യേശുവിൻ്റെ പടം ആരും വരച്ച ഒക്കത്തുമില്ല, വരച്ച് വെച്ചതുപോലൊന്നുമല്ല യേശു. ഒരു കുഞ്ഞുങ്ങൾ വരച്ച ഒക്കത്തില്ല, ആർക്കും വർണ്ണിക്കാൻ പറ്റാത്ത ആമൻ സ്തോത്രം സുന്ദര രൂപനാ ക്രിസ്തു. അവനെ ആരും ഇതുവരെ ശരിക്ക് കണ്ടിട്ടില്ല, നമ്മുടെ കൂട്ടത്തിൽ ആരും. കർത്താവിൻ്റെ മഹത്വം, ആ തേജസ്സിൻ്റെ പ്രഭ, തത്വത്തിൻ്റെ മുദ്ര. അവൻ ഇതുപോലെ ശ്രേഷ്ഠനായ ഒരുവനില്ല. കർത്താവിൻ്റെ മഹത്വം. യേശു ക്രിസ്തുവിനോട് വേറെ ആരെയും തുലനം ചെയ്യരുത്. പറയും ആൾക്കാർ എത്തിച്ച് നടുക്ക് യേശുവിൻ്റെ അങ്ങനെ അതൊന്നും അല്ല യേശു, അങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റുന്ന ആളുമല്ല യേശു. യേശുവിൻ്റെ കൂടെ ആർക്കും കയറി അങ്ങനെ കയറി ആളുകളെ ചിരിക്കാനും ഒക്കത്തില്ല. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഇന്ന് രാത്രി തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ ദർശിച്ചു പോകുന്നത് ഏറ്റവും നല്ലതാണ്. തലമുടി മുതൽ പാദം വരെ അങ്ങോട്ട് വർണ്ണിച്ചു. ഇതുപോലെ ശ്രേഷ്ഠനായ, ഉന്നതനായ, മഹിമയുള്ള, മഹത്വമുള്ള വേറൊരുവനില്ല. അപ്പോൾ 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ അങ്ങോട്ട് ദർശിക്കുക. പേടിപ്പിക്കുന്ന രൂപമല്ല യേശുവിൻ്റെ, തിന്നാൻ വരുന്ന രൂപമൊന്നുമല്ല യേശുവിൻ്റെ. ആ മുഖത്തോട്ട് നോക്കിയാൽ കണ്ണെടുക്കുകയല്ല, കാരണം അതുപോലെ സുന്ദരനാ. സ്തോത്രം. കോടി സൂര്യപ്രഭയാണ്. വായിന്ന് വരുന്നത് ലാവണ്യവാക്ക. അടുത്ത് ചെന്നാൽ ആർക്കും തിരിച്ചു പോകാൻ തോന്നുകയില്ല. സ്തോത്രം. ചെന്നവർക്കാർക്കും ദോഷം വന്നിട്ടില്ല, വരത്തുമില്ല. ഏത് വിഷയത്തോട് അടുത്ത് ചെന്നോ ആ വിഷയത്തിനെല്ലാം പരിഹാരം തന്നെ അവിടുന്ന് വിടുകയുള്ളൂ. നീ രോഗിയായിട്ട് വന്നാൽ അവിടുന്ന് സൗഖ്യമാക്കുന്ന ശക്തി വ്യാപരിക്കും. നീ മനോവേദനയോടെ വന്നാൽ ആ മനോവേദന മാറ്റി അവൻ വിഷണ്ണ മനസ്സിന് സന്തോഷമെന്ന മേലാട അവിടുന്ന് ഉദ്ദിപ്പിക്കും. രട്ടോട് ഇന്ന് രാത്രി വന്നിട്ടുണ്ടെങ്കിൽ അവൻ രട്ടടിച്ച് അവിടുന്ന് സന്തോഷത്തെ ഉടിപ്പിക്കുന്ന ദൈവമാണ്. ഏത് വിഷയത്തോടെ വന്നോ വിഷയത്തിൻ്റെ പരിഹാരവും തീർപ്പും കൽപ്പിക്കുവാൻ കഴിവുള്ളവനാണ് നസറായൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ആ നസറയൻ്റെ അടുക്ക വന്ന ആർക്കും ദോഷം വന്നിട്ടില്ല, വരത്തുമില്ല. കർത്താവിൻ്റെ മകത്ത് നസറയനെ ആരാധിക്കുന്നതും അറിഞ്ഞതുമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഈ കൃപയിൽ വന്നതായ ഏറ്റവും വലിയ ഭാഗ്യം. ആത്മകത്തേക്ക് ഒരുങ്ങിയതല്ലേ, രക്ഷപ്പെട്ടത് സുവിശേഷം വന്നതുകൊണ്ടാണ്. നിന്റെ കുടുംബം അലപ്പതിച്ച് പോകേണ്ടതല്ലേ, രക്ഷപ്പെട്ടത് സുവിശേഷം നിന്റെ വീട്ടിൽ വന്നതുകൊണ്ടാണ്. ദേശം നശിക്കേണ്ടതല്ലേ, ദേശത്തിൻ്റെ മുഖച്ഛായ മാറിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. നിന്റെ സന്തതി അസ്തമിച്ച് പോകേണ്ടതല്ലേ, രക്ഷപ്പെട്ടത് സുവിശേഷം വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ, വിടുതൽ പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കാൻ ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം, ഒരേ ഒരു നാമം നസറായൻ്റെ പരിശുദ്ധ നാമമാണ്. ഇന്ന് രാത്രി സമർപ്പിക്കുന്ന നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാണ്. നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വന്നത് സുവിശേഷം എത്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് ആ ഭാഗം ഇനി അധികം വിവരിക്കുന്നില്ല. കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി ദർശനം കണ്ടു, ക്രിസ്തുവിനെ ദർശിച്ചു. 7 സഭയ്ക്ക് ദൂതെഴുതാൻ പറഞ്ഞു. അതാണ് അംഗപ്രത്യേക വർണ്ണന. 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത. 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത്. എഫെസോസ് മുതൽ ലവോദിക്കിയ വരെയുള്ള 7 സഭയ്ക്കുള്ള ദൂതാണ് 2-3 അധ്യായത്തിൽ നമുക്കറിയാം. അതിൽ 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രി ചിന്തയ്ക്കും എടുത്തത്. അത് പെർഗമോസ് സഭയോടുള്ള ദൂത. ഒരിക്കൽ കൂടി ആ 17-ാം വാക്യം വായിക്കാം. സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഈ സഭയോട് കർത്താവ് ദൂത് പറയുമ്പോൾ, കർത്താവ് പ്രവചനം അറിയിക്കുമ്പോൾ അല്ലെങ്കിൽ ദൂത് പറയുമ്പോൾ അതിന് ചില പൊതുവായ തത്വമുണ്ട്. ദൂതറിയിക്കുമ്പോൾ തത്വം 6-7 കൂട്ടം തത്വമാണ്. ഒന്ന്, ഏത് സഭയോടാണെങ്കിലും കർത്താവ് ദൂത് പറയുമ്പോൾ തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. 1 പരിചയപ്പെടുത്തും. 2 അഭിനന്ദിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ ആ സഭയെ കർത്താവ് അഭിനന്ദിക്കും. 3
ആക്ഷേപിക്കാൻ വല്ലതുമുണ്ടെങ്കിൽ സൂക്ഷം കർത്താവ് ആക്ഷേപിക്കും. 4, സഭയെ നല്ലതുപോലെ യേശു വിവേചിക്കും. 5, സഭയോട് നല്ല പ്രബോധനം കർത്താവ് കൊടുക്കും. 6, സഭയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കും. 7, പ്രതിഫലം വല്ലതും ഉണ്ടെങ്കിൽ അതും സഭയോട് അറിയിക്കും. ഇതെല്ലാം ഓരോ സഭയോട് ദൂത് പറയുമ്പോഴും അറിയിക്കുന്നുണ്ട്. 1, കർത്താവ് സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. അത് പരിചയപ്പെടുത്തുന്ന നല്ലതാണ്. എന്നെ ഇപ്പോൾ ബഹുമാന്യ കർത്തദാസൻ ഒന്ന് പരിചയപ്പെടുത്തി, അത്ര മതി. അത് തന്നെ ഇച്ചിരി കൂടുതലായെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമല്ല, നിങ്ങൾ മാനിച്ച് ചെയ്തതാ. എന്നാലും അത്ര ഒന്നും കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും ഈ ചിലരത്തൊക്കെ അവർ നല്ല രീതിയിലാണ്. നിങ്ങൾ പറയാം അയാൾക്ക് ഗുണം ചെയ്താലും അയാളുടനെ അത് കുറ്റമാക്കി എന്ന് പറയും. എന്നാലും ഞാനങ്ങ് പറയാം, ഞങ്ങളെപ്പോലുള്ളവരൊക്കെ വരുമ്പം അത് വണ്ടി എവിടെയെങ്കിലും നിർത്തി ഇറങ്ങി ഇഞ്ഞ് വന്നോളും. ചിലർ ഇവിടെ കുഴപ്പമില്ല. ചിലർ ചെന്നാൽ വണ്ടി ഇങ്ങോട്ടും വണ്ടി ഇങ്ങോട്ട് മാറ്റി നേരത്തെ വന്ന് യോഗത്തിന് മര്യാദയ്ക്ക് നിൽക്കുന്നവനെല്ലാം പൊക്കും. അത് പാടില്ല. ദൈവകുഞ്ഞുങ്ങൾ നേരത്തെ വന്നിരിക്കുന്നതാണ്, അവരവിടെ ഇരിക്കട്ടെ. ഞാനിതിനാണ് താമസിച്ച് വന്നത്. എന്നിട്ട് നേരത്തെ വന്നാൽ നിങ്ങളെ പൊക്കാനോ? താമസിച്ച് വന്നെങ്കിൽ വണ്ടി ദൂരെ അങ്ങനെ നിർത്തിച്ച് മര്യാദയ്ക്ക് നടന്നു വന്നോണം. ഞാൻ എൻ്റെ കാര്യമാണ് പറയാൻ. നേരത്തെ വന്നിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ദോഷമൊന്നും ഒപ്പിക്കരുത്. ചിലക്ക് പിന്നെ സ്റ്റേജിനോട് ചേർത്ത് വയ്യാത്തവരുണ്ടെങ്കിൽ അത് ഓക്കെ, സ്റ്റേജിനോട് മുട്ടിച്ചിടണം. മുട്ടിച്ചിട്ട് ഡോർ തുറക്കാൻ ഒരാൾ, പിന്നെ പിടിച്ചിരുത്താൻ ഒരാൾ. എന്തുവാ ഇത്? വയ്യാത്തവരും രോഗികളും കാണും, അവരെ അത് ചെയ്യണം. മകത്തവക്ക് ദൈവത്തിന് കൊടുക്കും. ഇവിടെ കർത്താവിന് ശ്രേഷ്ഠത. വേറെ ആർക്കും ഒരു പരിവേഷവും കൊടുക്കണ്ട, ഒരുത്തർക്കും ഒരു പരിവേഷം കൊടുക്കണ്ട. മഹത്വാനും ശ്രേഷ്ഠനും യോഗ്യനും ഉന്നതനും യേശുവാ. അവൻ മാത്രമാണ് എല്ലാത്തിനും യോഗ്യൻ. സ്തോത്രം. ഇത് ചിലയിടത്ത് പ്രസിഡന്റിന്റെ പേര് പറഞ്ഞില്ലേ പ്രശ്നം, സെക്രട്ടറിയുടെ പേര് പറഞ്ഞില്ലേ പ്രശ്നം. ആദ്യം ഒന്ന് പറഞ്ഞാൽ പോരെ, പിന്നെ വരുന്നവരെല്ലാം കൂടെ പൊതുവിലത്തെ കാര്യമായി പറയുന്നത്. ചിലതൊക്കെ ചെന്നേ ഇത് തന്നെ പറഞ്ഞ സമയം പോവുക. മകത്തവെല്ലാം ദൈവത്തിന് കൊടുക്കുക. പിന്നെ ഒറ്റ വാക്കിലൊന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലതാ. യേശു അങ്ങനെ ചെയ്തല്ലോ. സഭയ്ക്ക് കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തണം. എന്നെ ഇപ്പോൾ ഒരു വാക്കിൽ ഈ മാന്യ കർത്തദാസൻ പരിചയപ്പെടുത്തി, അത് മതി. അതെന്തിനാന്ന് ചോദിച്ചാൽ അറിയാത്ത ആരേലും ഉണ്ടെങ്കിൽ ഇന്നയാളാ മതി. കാരണം ചിലരുടെ യോഗത്തിന് എന്നാൽ ആരാ പ്രസംഗിച്ച് എവിടുന്നാ വന്ന് നമുക്ക് പിടികിട്ടുകയില്ല. എല്ലാം ഒരുപോലെ ആയിരിക്കുന്നത്. പിന്നെ അകത്ത സർക്കിളിലുള്ളവർക്കറിയാം ഇന്നയാളാണ്, പുറത്തിരുന്നവർക്ക് ആർക്കും ഒന്നും പിടികിട്ടുകയില്ല. അപ്പം അതുകൊണ്ട് ഒരു വാക്കിൽ നിന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം. കർത്താവ് അങ്ങനെ പരിചയപ്പെടുത്തിയല്ലോ. അപ്പോൾ ഈ സഭയ്ക്ക് കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. നമ്മൾ ആ പെർഗമോസ് സഭയ്ക്കുള്ള ദൂതാന്നല്ലോ വായിച്ചത്. ആ പരിചയപ്പെടുത്തൽ വായിച്ച് അതിന്റെ 12-ാം വാക്യം ഒന്ന് വായിക്കാൻ പരിചയപ്പെടുത്തി. സഭയുടെ ദൂതനെ എഴുതുക, മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നത്. പെർഗമോസിലെ സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയം. അല്ലയോ പെർഗമോസ് സഭയെ, മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നത്. മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാളുള്ളവൻ അരുളി ചെയ്യുന്നത്. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം. അപ്പോൾ ശ്രദ്ധിക്കുക, മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ ഉള്ളവൻ അരുളി ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തെ കാണിക്കുക. ദൈവത്തിന് സ്തോത്രം. സഭയ്ക്ക് കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. അല്ലയോ ദൈവസഭയെ, നിങ്ങളോട് ദൂരെ പറയുന്ന ഞാൻ ഇരുവായ്ത്തലയുള്ള വാൾ ഉള്ളവൻ അരുളി ചെയ്യുക എന്ന് പറഞ്ഞാൽ വചനമാകുന്നവനാ നിങ്ങളോട് ഇടപെടുന്നത്. ഈ വചനത്തിൻ്റെ പ്രത്യേകത അതിവേഗത്തിലോടുന്ന വചനമാണ്. ഈ വചനം നിന്നെ സൗഖ്യമാക്കുന്ന വചനമാണ്. ഈ വചനം നിനക്ക് ചൈതന്യം തരുന്ന വചനമാണ്. ഈ വചനം നിനക്ക് പാപബോധം വരുത്തുന്ന വചനമാണ്. ഈ വചനം അതിവേഗത്തിലോടുന്ന വചനമാണ്. ഈ വചനം പൊന്നിലും തങ്കത്തിലും ആഗ്രഹിക്കത്തക്ക വചനമാണ്. ഈ വചനം തേനിലും തേൻകത്തകിലും മധുരമുള്ള വചനമാണ്. ഈ വചനം അത്ഭുതത്തിയെ ജ്ഞാനിയാക്കുന്ന വചനമാണ്. ആ വചനമാകുന്നവൻ നിങ്ങളോട് ദൂത് പറയുകയാണ്. ഏത് സഭയോടും കർത്താവ് ദൂത് പറയുമ്പോൾ ഒന്ന് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. 2, സഭയെ കർത്താവ് ഒന്ന് അഭിനന്ദിക്കും.
എല്ലാ ഭാഗവും എടുക്കുന്നത്. അഭിനന്ദിക്കുന്ന ഭാഗമാണ് അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. സഭയെ അഭിനന്ദിക്കുന്നത്. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളടവെന്ന് ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. രണ്ട് കാര്യമാണ് അവരെ അഭിനന്ദിക്കുന്നത്. ഒന്ന്, എന്റെ നാമം നീ മുറുകെ പിടിച്ചു, സ്തോത്രം. രണ്ട്, എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചില്ല, കാത്തു. ദൈവകുഞ്ഞുങ്ങൾ രണ്ട് കാര്യം മുറുകെ പിടിച്ചോണം. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, നമ്മുടെ വിശ്വാസം കാത്തോണം. നമ്മുടെ വിശ്വാസത്തിന്റെ വിശേഷത എല്ലാവരുടെയും വിശ്വാസം പോലല്ല നമ്മുടെ വിശ്വാസം. ഈ നമ്മുടെ ഞാനീ പറഞ്ഞ പെന്തിക്കോസുകാരുടെ കാര്യമാണ്. ഇനി പെന്തിക്കോസ് തന്നെ പലതുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി അഭിഷേകം പ്രാപിച്ച് തിരുമേശയെടുത്ത് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് കർക്കശമായി വേർപാട് പാലിക്കുന്ന പെന്തിക്കോസുകാരുടെ കാര്യമാണ് ഈ നമ്മുടെ ഞാനീ പറയുന്നത്. എല്ലാവരുടെയും കാര്യമല്ല, സ്തോത്രം. തിരുമേശ എടുക്കുന്നവരുടെ കാര്യമാണ്. അല്ല, തിരുമേശ കൊണ്ടുവരുമ്പോൾ ട്രാഫിക് പോലീസ് ഇരിക്കും പോലെ തിരുമേശ എടുക്കാത്തവർ സഭയിൽ അഭിപ്രായമൊന്നും പറയരുത്. പറയരുത്. ചില സഭകളിൽ നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾക്കറിയാം, എന്നേക്കാൾ പരിജ്ഞാനമുള്ളവരാ. ചില സഭകളിൽ തിരുമേശ കഴിഞ്ഞ പാസ്റ്റർമാർ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സഹോദരന്മാർ തമ്മിൽ, ഞാൻ അങ്ങനെ പറയുകയല്ല, തിരുമേശ എടുത്തവർ സഹോദരന്മാർ തമ്മിൽ ചുമ്മനം കൊടുത്താൽ മതി. തിരുമേശ എടുത്ത സഹോദരിമാർ തമ്മിൽ മതി. ഉമ്മ വീട് വലിക്കുന്നതിനും കള്ള് കുടിച്ചവരും എല്ലാം കൂടെ ചുമ്മനം കൊടുത്തേച്ച് കെടുമ്പോൾ നാറ്റവും. ചിലതിൻ്റെ എന്തോ നാറ്റമാണ്, ചിലതിൻ്റെ വായി തന്നെ. ഉമ്മ കൊടുക്കുന്നതാണോ? ഇതിനെല്ലാം പ്രമാണമുണ്ടെന്ന്. അവൻ വലിച്ചു കുത്തിക്കെടുത്തിയ ചയോധനം വന്നാൽ അവനൊരു ഉമ്മ, അത് നിനക്ക് എൻ്റെ വെമ്പള തരും. ഇത് വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാണ്. ആരാധനയ്ക്ക് വന്നോ കൂട്ടായ്മയ്ക്ക് ഇരുന്നോ അവൻ പ്രമാണമുണ്ട് ഇതിന്. ഞാനിത്ര തീർത്ത് പറയാൻ കാര്യം ഒത്തിരി സംഭവങ്ങളെ കാണുകയും അറിയുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. ലോകത്തിന് എല്ലാവരും ഒന്നും വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ള പേടിയില്ല. സ്തോത്രം. ഇത് കർക്കശമായിട്ട് ഉപദേശിക്കണം. നമ്മുടെ വിശ്വാസം എല്ലാവരുടെയും വിശ്വാസം പോലെ അല്ല. എന്താ നമ്മുടെ വിശ്വാസത്തിന്റെ വിശേഷത? യൂദായുടെ ലേഖനം പഠിപ്പിക്കുന്നത് അതിവിശുദ്ധ വിശ്വാസമാണ്. 20-ാം വാക്യം വായിച്ചേ കൊച്ചമ്മ. 20-ാം വാക്യം, യൂദായുടെ ലേഖനം 20-ാം വാക്യം വായിരേ. നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസം ആധാരമാക്കണം. നമ്മുടെ വിശ്വാസത്തിന്റെ വിശേഷത അതിവിശുദ്ധ വിശ്വാസം. എന്താ ഈ അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയാൻ കാര്യം? നമ്മുടെ വിശുദ്ധി കൊണ്ടല്ല, ഇത് വിശുദ്ധനായ കർത്താവിന് കിട്ടിയത് കൊണ്ടാണ്. അവൻ മാത്രമാ വിശുദ്ധൻ, അവൻ മാത്രമാ നീതിമാൻ, അവിടുന്ന് മാത്രമാ നിർമ്മലൻ, അവിടുന്ന് മാത്രമാ പരിശുദ്ധൻ. ആ പരിശുദ്ധനായ വിശുദ്ധനായ ക്രിസ്തുയേശുവിൽ നിന്ന് ലഭിച്ച വിശ്വാസമാകയാൽ ഇത് അതിവിശുദ്ധ വിശ്വാസം. ഈ വിശ്വാസം കാത്ത് അതിനു വേണ്ടി പോരാടിക്കോണം. വിശ്വാസത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആക്ഷേപം വരും, നിന്ന വരും, അപമാനം വരും, സഹിക്കണം. അങ്ങനെ സഹിച്ചല്ലയോ പഴയ അമ്മമാരൊക്കെ നിന്നത്. കെട്ടുതാലി പൊട്ടിച്ചെന്ന് പറഞ്ഞ് ഇടി കിട്ടിയോ ഇഷ്ടം പോലെ. എന്തിനാടി താലി ഊരിയത്? ഞങ്ങളുടെ ഒരു കുഞ്ഞമ്മ കൊച്ചമ്മ ഉണ്ടായിരുന്നു, മിന്നു പൊട്ടിച്ചു. സ്നാനപ്പെടാൻ നേരത്ത് വേണ്ടാന്ന് പറഞ്ഞു, മുങ്ങി തിരിച്ച് വീട്ടിൽ വന്നു. എന്തോ ഇടിയായിരുന്നു. ഇടിച്ചേച്ച് അവറാച്ചൻ പറഞ്ഞു ഇടണീന്ന് പറഞ്ഞു. കുഞ്ഞാച്ചൻ പറഞ്ഞു ഞാൻ ഛർദ്ദിച്ച് ഭക്ഷിക്കുന്ന പ്രസ്ഥാനമില്ലെന്ന് പറഞ്ഞു. അവറാച്ചൻ ഇടിച്ച് കുഴഞ്ഞതല്ലാതെ കുഞ്ഞമ്മയ്ക്ക് ഒരു കുഴപ്പം വന്നില്ല. ഒടുവിൽ സംഭവിച്ചതോടെ പറയാം, ഇടിച്ച് അവറായതിനകത്ത് വന്നു. അതായി മാർഗത്തിന്റെ ശ്രേഷ്ഠത. പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത്. നീ അവരുടെ പക്ഷം ചേരുകയല്ല, അവർ നിന്റെ പക്ഷം ചേരും. ഞങ്ങൾക്ക് കാവാലത്ത് ഒരു അമ്മണി കൊച്ചമ്മ ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞതാ, കൊച്ചമ്മ കത്തോലിക്ക സമുദായത്തിൽ നിന്ന് വന്നതാ. വാവച്ചാനിൽ ഇപ്പം കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. കൃഷിക്കാരന് കൃഷി നോക്കാനൊക്കെ പോകും മുതലാളികൾ. കൊച്ചമ്മ ഞങ്ങൾ സ്നാനപ്പെട്ടപ്പം
വാവച്ചാനെ ആരും അറിയിച്ചു, അമ്മണി സ്നാനപ്പെട്ടെന്ന്. അയ്യോ, അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് അവൾ അങ്ങനെ മുങ്ങത്തില്ലെന്ന് പറഞ്ഞു. ഇല്ല വാവച്ചാ, മുങ്ങി, പെന്തിക്കോസുകാർ മുക്കി. വാവച്ചാൻ പറഞ്ഞ് അങ്ങനെ മുങ്ങത്തില്ല അവൾ. അയ്യോ, എൻ്റെ വാവച്ചാ മുങ്ങിയെന്ന്. അപ്പോൾ പുള്ളി അന്നത്തെ കാലത്ത് പറഞ്ഞു അവൾ മുങ്ങത്തില്ല. അപ്പം ഇണക്കുകാരാ പന്തായം. എന്താ പന്തായം? 100 രൂപ. അന്നത്തെ കാലത്ത് 10-30 കൊല്ലം മുമ്പാ. അന്ന് 100 രൂപയ്ക്ക് വിലയില്ലേ. പിന്നെ പന്തായം മുറുക്കി. വൈകിട്ട് വീട്ടിൽ വന്നു. കൊച്ചമ്മ സ്നാനപ്പെട്ട് വെച്ചിരിക്കുക. ബോട്ട് കെട്ടി വന്നപ്പോളെ അറിഞ്ഞു മുങ്ങിയെന്ന്. ആ പുള്ളി ഇങ്ങോട്ട് വന്നേച്ച് കൈ ചെറിയ തോടുമൊക്കെ ഉണ്ട്. പുള്ളി ഇങ്ങോട്ട് വന്നേച്ച് അമ്മണി എന്നൊരു വിളിച്ചു. അവിടെ നിന്ന് വന്നപ്പം അമ്മണി എന്ന് വിളിച്ചപ്പം അമ്മണി വരുന്നതിന് മുന്നേ അയലത്തുകാരെല്ലാം വന്നു. അങ്ങനെ ആന്നല്ലേ ഇടക്ക്. അമ്മണി വരയ്ക്കാത്തുനിന്ന് വരുന്നതിന് മുന്നേ അയലത്തുള്ളവരല്ല. കൊച്ചമ്മ വന്ന് ഇങ്ങോട്ടിറങ്ങി വരാൻ പറഞ്ഞു. ഇറങ്ങി അങ്ങോട്ട് ചെന്നു. നീ സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ചു. സ്നാനം കഴിഞ്ഞതേ ഉള്ളൂ. എങ്ങനെയാ കള്ളം പറയുന്നേ? കള്ളം പറഞ്ഞാൽ ഒക്കത്തില്ല, സത്യം പറഞ്ഞാൽ പ്രശ്നവുമാണ്. എന്നോട് കൊച്ചമ്മ പറഞ്ഞതാ. സ്നാനപ്പെട്ടോടി എന്ന് ചോദിച്ചു. കൊച്ചമ്മ പറഞ്ഞു ഞാൻ സ്നാനപ്പെട്ടു. ഒറ്റയടി കൊടുത്തു. അടിച്ചു വീണപ്പോൾ അഭിഷേകം പ്രാപിച്ചു. 7 ദിവസം കാത്തിരുന്നത് അഭിഷേകത്തിന്. വാവച്ചാൻ്റെ ഒറ്റയടിക്ക് ഞാൻ പിന്നീട് ഓർത്തായിരുന്നു, ഈ വാവച്ചാനെ യോഗത്തിനൊന്ന് കൊണ്ടുപോകുന്നത് നല്ലതായിരുന്നു. ചുമ്മാ ഇരിക്കുന്നവനെ എല്ലാം കയറി ഓരോ മെതിമതിച്ചു പോയ ഒന്നുമില്ലേ അവന് അഭിഷേകം. ചുമ്മാ വന്ന് കരികല്ലിരിക്കുമ്പോൾ ഇരിക്കുകയല്ലേ. ഒറ്റയടിക്ക്. അപ്പം കൊച്ചമ്മ എന്നോട് പറഞ്ഞത് അടിച്ചഭിഷേകം പ്രാപിച്ചെന്നല്ല, പ്രതികൂലമല്ലേ, അകത്തിങ്ങനെ ആത്മാവ് ഞരങ്ങിക്കൊണ്ടിരിക്കുക. ദൈവമേ, എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്, എന്നെ ഉപേക്ഷിക്കരുത്, എനിക്ക് ധൈര്യം തരണം, കൃപ തരണം, ശക്തി തരണമേ. കൊച്ചമ്മ അകത്ത് പ്രാർത്ഥിക്കുക. ഒറ്റയടി അടിച്ചപ്പോൾ താഴെ വീണ. അന്നേരം ആത്മാവ് നിറഞ്ഞു. പിടിച്ച് വീണ്ടും എഴുന്നേപ്പിച്ചു. ഇനി മുങ്ങുമോ എന്ന് ചോദിച്ചു. ആവശ്യാനടുത്ത് ചെല്ലുമ്പോൾ അങ്ങ് പെണ്ണുങ്ങളെ അറിയത്തില്ലല്ലോ ഇതെന്നാന്ന്. ഇങ്ങനെ ഓങ്ങി ആംഗ്യം കാണിച്ചിങ്ങനെ നിൽക്കുന്ന അല്ലാതെ പ്രമാണം എന്നാന്നൊന്നും അറിയത്തില്ല. അപ്പൊ പുള്ളി ഓർത്ത് ചെല്ലുമ്പോൾ അങ്ങ് ഇനി മുങ്ങോടി എന്ന് ചോദിച്ചു. കൊച്ചൻ പറഞ്ഞു ഇനി മുങ്ങത്തില്ല, അകത്ത് കയറി പോകാൻ പറഞ്ഞു. ഇത് അതിവിശുദ്ധ വിശ്വാസമാണ്. യോ, ആ കൊച്ചമ്മ ഒത്തിരി കഷ്ടം സഹിച്ചതാ. ഞങ്ങളുടെ പൊന്നമ്മാമയും അമ്മണി കൊച്ചമ്മയൊക്കെ, ഞങ്ങൾ പൊന്നമ്മാമനെ ആണെങ്കിൽ അച്ചായൻ ഓഗസ്റ്റലം മുതൽ ചെരുപ്പൂരി തല്ലി, അവിടെ മുതലടിച്ചു. ഇപ്പോൾ താണ്ട തളർന്ന് കിടക്കുക. പുള്ളി തന്നെ കോരുകയും പൊക്കുകയും താക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ തന്നെ ഇരിക്കും. അല്ലിയപ്പോൾ ഓർക്കണമായിരുന്നു. അടിച്ചിവിടെ വല്ലാം അമ്മണി കൊച്ചമ്മ അതുപോലായിരുന്നു. ഇപ്പം നിങ്ങളിപ്പോൾ പറയും പാസ്റ്റർ ഇതൊക്കെ ചെറിയ സാക്ഷ്യമാണ് ഞങ്ങൾ അനുഭവിച്ച. ഇപ്പം മൈക്ക് എൻ്റെ കയ്യിലല്ലേ, ഇത് കേട്ടാൽ മതി. ഈ വിശ്വാസം അതിവിശുദ്ധ വിശ്വാസമാണ്. ഒരിക്കൽ കൊച്ചമ്മ ഇപ്പോഴും ഓർക്കുന്നത് മുളക് അരച്ചുകൊണ്ടിരിക്കുക. ആ കല്ലേലെ ഈ അച്ചായം വന്നാൽ മുളക് വാരി കണ്ണിലോട്ട് അങ്ങ് തേച്ചു. പക്ഷെ അവിടെ എല്ലാം കൊച്ചമ്മ സ്തോത്രം പറഞ്ഞ് ബലപ്പെടും. സംഭവിച്ചതൊക്കെ ആ അച്ചായന് ഒടുവിൽ കൃപയെ വന്നു. അതാ പെന്തിക്കോസിന്റെ ശ്രേഷ്ഠത. നീ അവരുടെ പക്ഷം ചേരുകല്ല, അവര് നിന്റെ പക്ഷം ചേരും. ഞങ്ങളുടെ നാട്ടിലെ വേറൊരു കുടുംബമുണ്ടെന്ന് കൈതത്തറ മാച്ചനച്ചായൻ. ഞാൻ സാക്ഷ്യമെല്ലാം പറയാൻ നേരമില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, അച്ചായൻ മരിക്കാൻ കിടക്കുക, മെഡിക്കൽ കോളേജിൽ നിന്നും തള്ളി മരിക്കാൻ കിടക്കുക. ഒരു ചെറിയ അനക്കം മാത്രമേ ഉള്ളൂ. കൊച്ചമ്മയും പിള്ളേരും എല്ലാം കൊച്ചു പൊടിപ്പിള്ളാരാ, കാത്തിരിക്കുക മരിക്കുന്ന കാണാൻ. അപ്പം ഞങ്ങളുടെ ഒരു അമ്മച്ചിയുണ്ട്, സ്വോത്രാമ്മച്ചി. അമ്മച്ചി എന്ന് പ്രാർത്ഥിച്ചു. ചില ദിവസങ്ങൾ കയറിയിറങ്ങി അമ്മ പ്രാർത്ഥിച്ചു, മടുത്തു പോകാതെ. ഒടുവിൽ ചാകാൻ കിടന്ന മാച്ചം കുഞ്ഞ് എഴുന്നേറ്റു, നടന്നു, പൊടിയരിക്കഞ്ഞ് കുടിച്ചു, ഒരാക്കവും ബലവുമായി. അപ്പോൾ ഉപദേശിമാരെ വിളിച്ച് യോഗം നടത്തി. എന്തിനേറെ ആ മനുഷ്യന് പൂർണ്ണ വിടുതൽ യേശു കൊടുത്തു. ഒടുവിൽ അദ്ദേഹം കുറച്ച് നാൾ ജീവിച്ചതിന് ശേഷം അദ്ദേഹം കടന്നുപോയി. വർഷങ്ങൾ കഴിഞ്ഞ് മരിച്ചു. മരിച്ചപ്പോൾ സമുദായക്കാർ, അവർ കനാനായക്കാരാ, സമുദായക്കാർ പല്ലിൽ വിളക്കി വെച്ച് പറഞ്ഞു അടക്കാൻ സമ്മതിക്കുകയല്ല, പെന്തിക്കോസുകാരെ കയറ്റത്തുമില്ല. അന്ന് കാവാലത്ത് കുറച്ചേ ഉള്ളൂ, വിരലെണ്ണാവുന്ന പെന്തിക്കോസുകാർ.
കയറ്റുകയില്ല. പെന്തിക്കോസുകാരെ കയറ്റത്തുമില്ല, അച്ചായനോട്ട് അടക്കിയേക്കുകയില്ല. അവർ പറഞ്ഞ് ഡെഡ് ബോഡി ആയിട്ട് പള്ളി വന്ന് ക്ഷമ പറയണമെന്ന് എന്നാൽ അടക്കാന്ന്. കൊച്ചമ്മയും മൂത്ത മോളും സൂസമ്മയുണ്ടായിരുന്നു, നല്ല ധീരതയായിരുന്നു. അമ്മയും മോളും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വന്ന് ചിനി ഒരു അടക്കുന്നില്ല, അടക്കണ്ട, ഞങ്ങൾ ഇവിടെ കുഴിച്ചിട്ടോളാന്ന് പറഞ്ഞു. ഞങ്ങളുടെ മിറ്റത്ത് കുഴിച്ചിട്ടോളാന്ന്. എന്നാലും ഞങ്ങൾ വേണ്ടാന്ന് വെച്ചത് വേണ്ട. ഈ വിശ്വാസമാ ശ്രേഷ്ഠം. രാത്രി 11:30-12 വരെ ഇവർ തർക്കിച്ചു. അവരോർത്തത് ഡെഡ് ബോഡി വെച്ചോണ്ട് നേരെ അങ്ങ് ചെല്ലു വന്ന അവർ പോകില്ല. കൊച്ചമ്മ പറഞ്ഞ് പോകുന്നില്ലെന്ന് പറഞ്ഞു. സൂസമ്മ നല്ല മിടുക്കിയായിരുന്നു. ഇപ്പോഴും അവൻ്റെ തിരുവനന്തപുരമുണ്ട്, ചിലപ്പോൾ പ്രധാനം കേൾക്കുന്നുണ്ടായിരിക്കും. സൂസമ്മ പറഞ്ഞ് ഞങ്ങൾ പള്ളിയിലോട്ട് വരുന്നില്ലെന്ന്. അപ്പനെ അടക്കുകയല്ലേ, അടക്കണ്ടത് ഇവിടോട്ട് കുഴിച്ചിടുമെന്ന് പറഞ്ഞു. തർക്കമായി. അവർ പിന്മാറിയില്ല. അവസാനം സംഭവിച്ചോടെ പറയാം, അവരവിടെ അടക്കിച്ചുമില്ല, ഉപദേശിമാരെയും പ്രശ്നമാക്കി. അവസാനം മിറ്റത്തോട് ചേർന്ന് കുഴിയെടുത്ത ആചാനെ അടക്കിയത്. എന്നിട്ട് ഈ വിശ്വാസത്തിന് വേണ്ടി നിന്നു. പ്രൈസ് ദി ലോർഡ്. അതാ പെന്തിക്കോസ്. ഇന്ന് രാത്രി ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടിക്കോണം. ഇത് ഒരിക്കലായി പരിമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസമാണ്. അതിനുവേണ്ടി അന്ത്യം വരെ പോരാടണം. 2 കാര്യമായി ഇവരെ അഭിനന്ദിക്കുന്നത്. അതിലൊന്ന്, അവൻ വചനം കാത്തു. 2, വിശ്വാസം കാത്തു. വചനത്തെ കാക്കുന്നവനെ ദൈവം കാക്കും. വചനത്തെ കാക്കുന്നവനെ ദൈവം കാക്കും. അതിനൊരു ചെറിയ തെളിവ് വചനത്തിൽ നിന്ന് തരാം. നിങ്ങൾക്ക് വചനം അറിയാവുന്നവരാണല്ലോ. മുമ്പേ പറഞ്ഞ പോയിന്റ് പിന്നെയും വരികയാണ്. മോശ ഇറങ്ങി വന്നപ്പോൾ കാളക്കുട്ടി ഉണ്ടാക്കത്തുള്ളൂ ചകരോനെ ശാസിച്ച് മോശ പറഞ്ഞൊരു പദമുണ്ട്, യഹോവയുടെ പക്ഷത്തുള്ളവനെല്ലാം. ഉറക്കെ പറ, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്ക വരട്ടെന്ന്. യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്ക വരാൻ. എന്റെ അടുക്ക വരാൻ പറഞ്ഞപ്പോ എന്റെ ചിന്തയാ, ലേവി കണ്ണ് കാണിച്ച് കയറിക്കോളാൻ പറഞ്ഞു. എന്നാന്ന് ചോദിച്ചാൽ ലേവിയെ പണ്ട് അപ്പം പ്രാഗിയച്ച് പോയതാ. മൂപ്പിലെ യാകാൻ നേരത്ത് കോട് കൊള്ളി പ്രാഗിയച്ചാ പോയത് ലേവിയെ. ശിമയോനും ലേവിയെ സഹോദരന്മാർ. അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിന് അടുത്തത് വായിക്കരുത്. കൊച്ചമ്മേ അത് വായിക്കരുതെന്ന്. വീട്ടിൽ പോയി വായിച്ചാൽ മതി. ശിമയോനും ലേവിയ സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിന് ചേരരുത്. അപ്പൊ ശിമയോനെ ലേവിയെ ശപിച്ചു. ലേവിയെ ശപിച്ചതാ. കാരണം ഈ പിള്ളേര് സാഹസക്കാരാ, എടുത്തിയാട്ടക്കാരാ. ശാപം കൊടുത്തു, ഇവരുടെ യോഗത്തിന് പോകരുത്, നമ്മുടെ യോഗത്തിന് ഇവരെ വിളിക്കുകയും ചെയ്യരുത്. അപ്പം അന്ന് മുതൽ എൻ്റെ ചിന്തയാണ്, ലേവി യോഗം വെച്ച അയ്യന്മാരും പോകുകയില്ല, ഇവരുടെ യോഗത്തിന് ലേവിയെ വിളിക്കുകയില്ല. ലേവിയുടെ നോട്ടീസ് പോലും അന്നിവർ വേറെ യോഗം ക്രമീകരിക്കും. ഇല്ലാത്തൊരു യോഗം അങ്ങനെയുള്ള വിദ്വാന്മാർ ഇപ്പോഴും ഉണ്ട്. അപ്പം അന്ന് ലേവിയെ ശപിച്ചു. അന്ന് മുതൽ ലേവി എതിർക്കാനും കയർക്കാനും ഉടക്കാനും പോലും ലേവി കാത്തിരിക്കുക. ലേവിക്കറിയാം ദൈവം ഒരവസരം തരും. ദൈവം ഒരവസരം തരും. അങ്ങനെ ഇരുന്നപ്പോൾ ആ മോശ പറയുക, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, യഹോവയുടെ പക്ഷത്തുള്ളവനെല്ലാം എൻ്റെ അടുക്ക വരാൻ. ലേവി കണ്ണ് കാണിച്ച് കയറിക്കോളാൻ പറഞ്ഞു. ചാടി അകത്ത് കയറി വാളെടുത്ത് വെട്ടാൻ പറഞ്ഞ ലേവിയെ പറ്റി പറയുന്നത്, അവൻ വാള് കയ്യിലോട്ട് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുഞ്ഞുങ്ങളെ നോക്കിയില്ല. അപ്പനെന്നോ അമ്മയെന്നോ സഹോദരനെന്നോ സഹോദരനെയും സ്നേഹിതനെയും അപ്പൊ അവനെ പറ്റി പറയുന്നത്, ഇവൻ സഹോദരന്മാരെ നോക്കിയില്ല, അപ്പനെന്നോ അമ്മയെന്നോ ഒന്നും നോക്കിയില്ല. കൊച്ചമ്മേ 33-ാമത്തെ ആവർത്തന പുസ്തകം ലേവിയെ കുറിച്ച് അങ്ങനെ ചേർത്ത് വായിച്ചു. 8 ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മീമും ഊറീമും അടുത്തത് നീ മസകിൽ വെച്ച് പരീക്ഷിക്കുകയും കലകജലത്തിൽ പോരുകയും അടുത്തത് അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ, വാളങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പനാന്നോ അമ്മയാന്നോ കണ്ടില്ല. റോമാലേഖനത്തിൽ ഒരു പദമുണ്ട്, നമുക്കറിയാം, വെറുതെ അല്ലല്ലോ വാൾ വഹിക്കുന്നത്. വാളങ്ങോട്ട് എടുത്തിട്ട് ഇവൻ അപ്പനാ അമ്മയാന്നൊന്നും കണ്ടില്ല. അതാ ശുശ്രൂഷ. അയ്യോ, അത് നമ്മുടെ അപ്പൻ ഇച്ചിരി വലിക്കുമെന്നുള്ളെങ്കിൽ സഭായവും മുടക്കുകയല്ല. നമ്മുടെ പഴയ ആളാ. ഈ കൺവെൻഷൻ്റെ ആരംഭ നാൾ മുതൽ പിന്നെ തണുപ്പ് കണ്ടമാനാകുമ്പോൾ പുള്ളി
അതാരാ? അതെൻ്റെ അനിയനാ. അവൻ ഇച്ചിരി അടിക്കും, എന്നാലും ബാനർ കെട്ടാൻ അവനെ ഉള്ളൂ. എന്നാലും അടിച്ചാലും നമ്മളെ കാണുമ്പോൾ അവൻ മുണ്ടഴിച്ചിട്ട് വളരെ ബഹുമാനത്തോടെ. അമ്മാമ്മ ഇച്ചിരി നുണയും കൊതിയും പറഞ്ഞാലും ആത്മാവിൽ ബലപ്പെടും. ഇച്ചിരി നുണയും കൊതിയൊക്കെ പറയും, എന്നാലും വന്ന ഒരരങ്ങ മിനിഞ്ഞാന്നില്ലായിരുന്നു, അതിൻ്റെ അറിയാനും ഉണ്ടായിരുന്നു. ലേവി അങ്ങനല്ല. വാളങ്ങോട്ട് കയ്യിലെടുത്തപ്പോൾ അപ്പനെന്നോ അമ്മയെന്നൊന്നും നോക്കിയില്ല. ഒന്നുകൂടെ വായിച്ച കൊച്ചമ്മ. അവൻ ലേവിയെ കുറിച്ച് പറഞ്ഞു. അവൻ അപ്പനെന്നോ അവൻ അപ്പനെ അമ്മയെ കുറിച്ച് ഞാനവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാനവരെ കണ്ടില്ല. അടുത്തത് സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല. സഹോദരന്മാരെ പ്രമാണത്തിൽ ആ വിഷയത്തിൽ ആദരിച്ചില്ല. പിന്നെ സ്വന്തം മക്കളെന്ന് ഓർത്തില്ല. സ്വന്തം മക്കളെന്നും ഓർത്തില്ല. മക്കള് തെറ്റ് ചെയ്താ മക്കള് തെറ്റാന്ന് പറയണം. അയോഗ്യമായിട്ട് ഉപദേശിയുടെ മോള വസ്ത്രം ധരിച്ചാൽ പറയണം, ഇത് ഇട്ടോണ്ട് നീ അപായത്തിന് വരരുതെന്ന് പറയണം. അത് പാസ്റ്ററുടെ മോള. പാസ്റ്ററുടെ മോക്ക് എന്നെ എത്ര വിശ്വസിച്ചതാ? പാസ്റ്ററുടെ മോള മര്യാദക്ക് ജീവിക്കേണ്ടത്. ഇല്ലേ? പാസ്റ്ററുടെ ജോലി നിർത്തിവെച്ച് വേറെ പരിപാടിക്ക് അങ്ങനല്ലയോ പുസ്തകത്തിൽ? കുടുംബത്തെ ഭരിക്കാത്തവൻ എങ്ങനെ? പാസ്റ്ററുടെ പിള്ളേരും കുറച്ചുകൂടെ യോഗ്യമായിരിക്കണം. പെട്ടെന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. ചെറുപ്പത്തിലെ ശീലിച്ച് വളർത്തണം. സ്വന്തം മക്കളെന്നും ഓർത്തില്ല. മര്യാദ കേട്ടാൽ മര്യാദ കേടാന്ന് പറയണം. പ്രമാണമാണെന്ന് പറയണം. സ്തോത്രം. ആ ഭാഗം താഴോട്ട് പഠിക്കുമ്പോൾ അവൻ സ്വന്തം മക്കളെന്ന് ഓർത്തില്ല. അടുത്ത വാക്യം, നിന്റെ വചനം അവർ പ്രമാണിച്ചു, നിയമം കാത്തു. അതാ നമ്മുടെ കണ്ടോ? വചനം പ്രമാണിച്ചു, നിയമം കാത്തു. എന്റെ പ്രിയരെ, വചനത്തെ കാത്താൽ ഈ വചനം നിന്നെ കാക്കും. ഈ നിയമത്തെ നീ പ്രമാണിച്ചാൽ നീ പോകുന്നിടത്തല്ല ഈ നിയമം നിന്നെ സൂക്ഷിക്കും. അത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. വചനത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. വചനത്തെ പ്രമാണിക്കുന്നവനെ ദൈവം ആദരിക്കും. ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ അച്ഛാ, വെളി രാജ്യത്താണ്. എന്നോട് പറഞ്ഞു, ഇവിടെ ഞങ്ങളൊരു പ്രോഗ്രാം ഒപ്പിച്ച് തരാം. എൻ്റെ ഒരു സ്നേഹിതനാണ്. അത് നന്നായിട്ട് പ്രസംഗിച്ചോണം. ഞാൻ ചോദിച്ചാൽ നന്നായിട്ടെന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ അതിവിടെ പല രീതിയാണ്. ഒരു എന്തുവാ, ഒരു അനുഗ്രഹത്തിൻ്റെ മെസ്സേജ്. അപ്പം ഞാൻ എന്തോ ചെയ്യും, അത് വേറൊന്നും പറയരുത്, ഒത്തിരി ഉപദേശം ഒന്നും പറയരുത്. പറഞ്ഞാൽ അവർക്കതൊന്നും ഇഷ്ടമല്ല. അവർക്ക് ഇഷ്ടപ്പെടുക തന്നെ പിന്നെ കൂടെ വിളിച്ചോണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനൊന്നും പറയത്തില്ല, നിനക്ക് എന്നെ അറിയത്തില്ലയോ? സമാധാനമായിട്ടിരുന്ന. ഇഷ്ടപ്പെട്ടില്ലേ അവർ സ്വോത്ര കാഴ്ച തരത്തില്ല, തന്നെ എല്ലാവരും പിന്നെ ബുദ്ധിമുട്ടാ. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഇവനിത് പറഞ്ഞത് മനസ്സിലുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു, ദൂതൊരുക്കി, അന്നേ ദിവസം ഉപവസിച്ചു, ശുശ്രൂഷയ്ക്ക് ചെന്നപ്പം വലിയ സദസ്സാണ്. ഒരു 100-350 പേര് കാണും. യവൻ അവിടെ അടുത്തൊരു കൊച്ചു മൂപ്പനാ സൈഡിലായിരിക്കുന്നത്. വേറെ മിടുക്കന്മാരുണ്ട്. ദൈവകൃപയെ ശരണപ്പെട്ട് സമയം തന്നു. ഞാൻ ഒരു വാക്യം വായിച്ചു, കൃപയെ ശരണപ്പെട്ട് ശുശ്രൂഷിച്ചു. ഈ ലേവി ചെയ്തതുപോലെ എന്നെ അപ്പനെന്നോ അമ്മയെന്നോ സഹോദരനെന്നോ നിന്ന് ഞാനും ഞാൻ പിന്നെ ബുദ്ധിയോടാ. ഇവൻ ഈ സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഇവൻ്റെ മുന്നിൽ നിന്നാ പ്രസംഗിക്കുന്നത്. കാരണം ഇവിടെ നിന്നാൽ ഇവൻ എന്നെ കണ്ണ് കാണിക്കും, ഇരിക്കാൻ പറയാൻ. ഞാൻ ആ ബുദ്ധിയോടെ ഇവൻ്റെ മുന്നിൽ നിന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അങ്ങോട്ട് നോക്കിയേ ഇല്ല. എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് നന്നായിട്ട് ഉപദേശം പറഞ്ഞു, വേർപാട് ഉപദേശം. 28 കിട്ടുന്നതിൻ്റെയും മാമോദിസായുടെ ആണ്ടിയാത്രത്തിൻ്റെയും ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനും അമ്മക്കച്ച കൊടുക്കുന്നതും വീടിനകത്ത് പുതിയ വീടിന് പാല് കാച്ചുന്നതും കേക്ക് മുറിക്കുന്നതും. ഇപ്പോൾ പ്രായമുള്ള മുതുക്കനും മുതുക്കിയ 60-70 2 കഷ്ണം കേക്ക് വായിക്കാത്തോട്ട് വെച്ച് കൊടുക്കുക. പെന്തക്കോസ്തുകാർ ചെയ്യുന്നതാണ്. എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് ശരിക്ക് പറഞ്ഞു. ഇവൻ വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ചിലർ ബൈബിളിൻ്റെ സിപ്പിടുന്ന ഞാൻ കണ്ട്. ഏതായാലും ശുശ്രൂഷിച്ചിരുന്നു. ആരും കയ്യും തന്നില്ല. അവിടെ ഇത് വായിക്കാനൊരുത്തരുന്നു. അവൻ്റെ ഒരു വല്ലാത്ത താടി ഇതും
മുടിയെല്ലാം അങ്ങ് വളർന്ന് ഒരു പേക്കോലം പിടിച്ച ഒരു 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 എന്തുവാ അതിന് പറയുന്നത്? നിങ്ങളൊരു ഭാഷ പറ. നിങ്ങളതിന് പറയത്തില്ലേ? ആ കോലം. കോലം. ഞാൻ അവനോട് പറഞ്ഞു, നീ നാളെ മര്യാദയ്ക്ക് ഇരുന്നോണ്ടെന്ന് പറഞ്ഞു, പാടാനും പ്രാർത്ഥിക്കാനും. പിന്നെ അറിഞ്ഞ ഭാഷയുടെ മോനായിരുന്നെന്ന്. ആരറിഞ്ഞു? എനിക്കതൊന്നും വിജയമൊന്നുമല്ല ഉള്ള ഇങ്ങനെ വെക്കുന്നത്. അമ്മാമ്മ പുറകിരുന്നു. യോഗമെല്ലാം കഴിഞ്ഞ ഒരു കുഞ്ഞുങ്ങൾ കൈ തന്നില്ലെന്ന് പറഞ്ഞ എൻ്റെ പോയിന്റ് പിടി കിട്ടിയല്ലോ. എല്ലാവരും അങ്ങ് പോയി. ആരും മൈൻഡ് ചെയ്തില്ല. പാസ്റ്ററും വേണ്ടിയില്ല. എല്ലാവരും അങ്ങോട്ട് പോയപ്പോൾ യവൻ തൃപ്തി ആയല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പോടാ. വെളിയിലോട്ട് ഇറങ്ങാൻ നിർത്തി. അമ്മാമ്മ പോയില്ല. അമ്മാമ്മ വന്നേച്ച് പ്രായമുള്ള 65-70 വയസ്സ് കാണും. കൈ തന്നു. നല്ല മെസ്സേജായിരുന്നു. ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞേ, പിന്നെ ഈ സഭയുടെ ആരംഭകാലത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും വേറെ ചില കുടുംബങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ അങ്കുലീപരിതമായി. അതിൽ പലരും സ്ഥലം മാറിപ്പോവുകയും നാട്ടിലോട്ട് പോവുകയൊക്കെ ചെയ്തു. ഇപ്പം ആ ആരംഭകാലത്തുണ്ടായിരുന്ന ഞാനേ ഇപ്പോൾ ശേഷിച്ചിട്ടുള്ളൂ. എൻ്റെ ഹസ്ബൻഡും കടന്നുപോയി. 2-3 പിള്ളേരുണ്ട്. ഇപ്പം എൻ്റെ കൂടെ പിള്ളേരില്ല. അവർ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. ആരംഭകാലത്തൊക്കെ നല്ല വേർപാട് ഉപദേശം ഇവിടെ പറയുകയും അങ്ങനെ ആയിരുന്നു മിക്കവരും. ഇപ്പം ഈ മോഡേണിസം ഇങ്ങോട്ട് കയറിയത് മുഴുവനിട്ട് കുഴച്ചു. എനിക്കിതെല്ലാം കണ്ട് ഞാൻ ഞരങ്ങിയിരിക്കുക. ഞങ്ങൾക്കിപ്പം മിണ്ടാൻ മേലാത്തൊരു സ്ഥിതിയായി. പുതിയ ഭരണസമിതിയൊക്കെ അല്ലേ, ഞങ്ങൾക്ക് മിണ്ടാൻ മേല. ഞങ്ങൾ ഞരങ്ങുക. ഞാൻ ഈ നാളുകളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, ഇതൊക്കെ ഒന്ന് പച്ചയ്ക്ക് പറയുന്ന ആരെയെങ്കിലും ദൈവം ഇവിടെ ഒന്ന് കൊണ്ടുവരണം. എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേട്ട് പാസ്റ്ററെ ദൈവം കൊണ്ടുവന്നതാ. അപ്പോൾ എനിക്കൊന്നുകൂടെ ധൈര്യമായി. അല്ലെങ്കിലും ധൈര്യത്തിനൊന്നും കുറവില്ല. അപ്പോൾ ഞാൻ അമ്മ പറഞ്ഞു, ഇന്ന് എൻ്റെ വീട്ടിലോട്ട് ഞാൻ കൊണ്ടുപോകുന്നില്ല, മോൻ വരും, അന്നേരം ഒന്ന് വരണം. ഞാൻ പറഞ്ഞ ആട്ടെ, ദൈവം അനുവദിച്ച. എന്നിട്ട് ഒരു കവർ എനിക്ക് തന്നു. അമ്മാമ്മ ഈ കവർ വിടും. ഞാൻ പറഞ്ഞു വേണ്ട. അന്നേരം അവൻ പറഞ്ഞ് മേടിച്ചോളാൻ പറഞ്ഞു. കാരണം അവനറിയാം ഇവിടുന്ന് കിട്ടുകയില്ല, ഉള്ളതെങ്കിലും ഇവിടുന്ന് കിട്ടാനൊരു ചാൻസും മേടിച്ചോളാൻ പറഞ്ഞു. ഞാൻ ആദ്യം ഒന്നും മടിച്ചെങ്കിൽ അമ്മാമ്മ ആത്മാർത്ഥമായിട്ടാണ് നിർബന്ധിച്ചു. തന്നു. ഞങ്ങൾ വണ്ടിയെ കയറി വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ മുറിയിൽ കയറി പ്രാർത്ഥിച്ചു. ഈ കവർ കൈവച്ച് പ്രാർത്ഥിച്ചു, പൊട്ടിച്ചു. തുക ഞാനിപ്പോൾ പൊതുവെ പറയുന്നില്ല. സ്തോത്രം. ചെക്കായിരുന്നു. നല്ലൊരു തുകയാണ്. പൂജ്യം ഒരു 3-4 എണ്ണം ഉണ്ട്. അന്നേരം ഞാൻ കവർ വായിട്ട് ഇവൻ്റെ മുറിയിൽ ചെന്ന് മുട്ടി വന്നു. ഞാൻ ചോദിച്ചു, നീയല്ലേ ഉപദേശം പറഞ്ഞാൽ കാശ് കിട്ടുകയല്ലെന്ന്? നോക്കടാ, ഇത് എത്രയാന്ന് നോക്കാൻ പറഞ്ഞു. നീയല്ലേ പറഞ്ഞ ഉപദേശം പറഞ്ഞ കാശ് കിട്ടുകയല്ലെന്ന്? കണ്ടോ, ദൈവം വിളിച്ചതാന്നേ ദൈവം നടത്തിക്കോളും. എനിക്ക് സങ്കടകരമായൊരു കാര്യം, എനിക്ക് സങ്കടകരമായി. ഞാനിവിടെ നിർദ്ദേശിച്ച ഒരു ദൈവദാസനെ ഒരു കൺവെൻഷന് അയച്ചത്. അദ്ദേഹം നല്ല പ്രഗത്ഭനായൊരു ദൈവദാസന, അനുഗ്രഹിക്കപ്പെട്ടൊരു കർത്തദാസൻ. അയ്യോ, അവർ എൻ്റെ ഭാഷ പറഞ്ഞ് ആക്ഷേപിച്ച അദ്ദേഹത്തെ വിട്ടത്. ഒരു ശുശ്രൂഷ ചെയ്താൽ മാനിക്കണ്ടേ? എനിക്കും എന്നെ പോലുള്ള പലർക്കും, നമുക്കാർക്കും കള്ളനോട്ടടി ഇല്ലല്ലോ. ഉണ്ടോ? പിന്നെ എന്നെ മിണ്ടായിരിക്കുന്നേ. ഇതുകൊണ്ടൊക്കെയാണ് ദൈവം നമ്മളെ നടത്തുന്നത്. എന്നാൽ മാനിക്കുന്നവരുണ്ട് കേട്ടോ, അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഉപദേശം പറഞ്ഞാൽ, പ്രമേണത്തിന് വേണ്ടി നിന്നാൽ, വചനം കാത്താൽ ദൈവം നിന്നെ കാത്തോളും. ഒരു വഴി അടച്ചാൽ വേറെ വഴി ദൈവം തുറക്കും. ദൈവത്തിന് 1000 വഴിയുണ്ട്. അപ്പൊ ഈ സഭയോട് കർത്താവ് ദൂത് പറയാ, 2 കാര്യം. 1 വചനം കാത്തു, 2 വിശ്വാസം കാത്തു. അങ്ങനെയുള്ളവരെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. വചനത്തെ കാക്കുന്നവനെ, വിശ്വാസം കാക്കുന്നവനെ ആദരിക്കുന്ന, ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഈ സഭയോട് കർത്താവ് ദൂത് പറയുമ്പോൾ 1 പരിചയപ്പെടുത്തി, 2 അഭിനന്ദനം, 3 ആക്ഷേപം, പിന്നെ പ്രബോധനം, വിവേചനം, മുന്നറിയിപ്പ്, പ്രതിഫലം. ആ ഭാഗം ഒന്നും എടുക്കുന്നില്ല. ഇവിടെ സഭയ്ക്ക് ജയിക്കുന്നവന്, ഒന്നുകൂടെ വായിച്ചേ കൊച്ചമ്മേ, ജയിക്കുന്നവന്
ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. എന്തിനെയൊക്കെ ജയിക്കണം? 7 കൂട്ടം കാര്യങ്ങളെ ജയിക്കണം. 7 സഭയോട് ദൂത് പറയുക. 1, കള്ളയപ്പോസ്തലന്മാരെ കണ്ടുപിടിച്ച് ജയിക്കണം. 2, സാത്താന്റെ പള്ളിക്കാരെ ജയിക്കണം. 3, ബിലിയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവരുണ്ട്, അവരെ ജയിക്കണം. 4, നിക്കലോവിയ ഉപദേശക്കാരെ ജയിക്കണം. 5, ഇസബേലിന്റെ ശക്തികളെ ജയിക്കണം. 6, സാത്താന്റെ ആഴത്തെ ജയിക്കണം. 7, സാത്താന്റെ ദൂഷണങ്ങളുണ്ട്, അതിനെയും ജയിച്ചോണം. അങ്ങനെ ജയിക്കുന്നവർക്ക് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഇവിടെ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കാമെന്ന്. മറഞ്ഞിരിക്കുന്ന മന്ന കഴിക്കുന്നതിന് മുമ്പ് അവൻ മേളിൽ നിന്ന് വീണ മന്ന കഴിച്ചവരായി ഇസ്രായേൽ മക്കൾ. മറഞ്ഞിരിക്കുന്ന മന്ന അങ്ങ് ചെല്ലുമ്പോൾ ആ മന്നയ്ക്ക് വിശേഷതയുണ്ട്. എന്താ മന്നയുടെ വിശേഷത? 1-2 കാര്യം പറഞ്ഞങ്ങ് നിർത്താം. 1, ഈ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ പ്രയാണം ചെയ്തപ്പോൾ അവർക്ക് കൊടുത്ത ഭക്ഷണമാണ് മന്ന. മന്നയെ പറ്റി 3 സ്ഥലത്താണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് വായിച്ചു. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യവും, സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യവും, സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യവും ക്രമത്തിൽ ഉറക്കെ. പുറപ്പാട് 16:31, സംഖ്യ 11:8, സംഖ്യ 21:4. ഇസ്രായേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. ഇസ്രായേലിൽ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെ വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത് രുചിയുള്ളതാ. ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത ഭക്ഷണമാണ് മന്ന. ഈ മന്ന പഠിക്കുമ്പോൾ ഇത് ക്രിസ്തുവിനും തിരുവചനത്തിനും നിഴല. ഇന്ന് രാത്രി ആ മന്ന അവൻ പ്രാപിച്ച് വേണം സകല ആൾക്കാർ ഇവിടുന്ന് തിരിച്ചു പോകാൻ. ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കുമെന്ന. അപ്പോൾ ഈ മന്നയുടെ ഒരു വിശേഷത, 1, ഈ മന്ന മുകളിൽ നിന്ന് വീണതാ. അങ്ങനെയാണ് നമ്മൾ പുസ്തകം പഠിക്കുന്നത്. അവൻ ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിച്ചെന്ന. ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചു, മന്ന ക്രിസ്തുവിനും തിരുവചനത്തിനും നിഴല. അപ്പോൾ 1, ഈ മന്ന ഉയരത്തിൽ നിന്ന് പൊടിഞ്ഞു വീണതാണ്. മന്ന മുകളിൽ നിന്ന് വന്നതാണ്. അത് ക്രിസ്തുവിന് നിഴല എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. അവൻ മാത്രമാണ് മുകളിൽ നിന്ന് ഇറങ്ങി വന്നത്. ഫിലിപ്പിയ ലേഖനം പഠിക്കുമ്പോൾ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ക്രിസ്തു. അപ്പം ഈ മന്ന 1, ഇത് മുകളിൽ നിന്ന് വീണതാണ്. മുകളിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി ആ മന്നയെ അവൻ ഏറ്റെടുത്തോണം. മുകളിൽ നിറങ്ങി വന്ന ഒരുവൻ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. അപ്പം ഈ മന്ന ക്രിസ്തുവിന് നിഴല. 2, ഈ മന്നയുടെ വിശേഷത നാം ഇങ്ങനെ വായിക്കുന്നു, ഇത് കൊത്തമ്പാലരി പോലാണ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഈ മന്ന വളരെ ചെറുതാണ്. അതും ക്രിസ്തുവിന് നിഴല എന്ന് പറഞ്ഞാൽ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ ചെറുതായിട്ട് അവതരിച്ചു. വലിയവനായ ദൈവം ഈ അണ്ടകടാകത്തെ, ബ്രഹ്മാണ്ട കോടിനാണ്ടത്തെ, നക്ഷത്രങ്ങളെ നിർമ്മിച്ച സർവശക്തനായ ദൈവം, സകല പൂജര കേജര വസ്തുക്കളെ നിർമ്മിച്ച് ചമച്ച് പടച്ച സർവജ്ഞനായ ദൈവം, ഈ സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ചെറുതായിട്ട് എനിക്ക് നിങ്ങൾക്കും വേണ്ടി അവതരിച്ചു. ചെറുതെന്ന് പറഞ്ഞാൽ നക്ഷത്രമൊക്കെ വാരി പതറിയിട്ടിരിക്കുക. ചെറിയ ഗോളമാ ഭൂമി. മറ്റ് നക്ഷത്രങ്ങളെ തുലനം ചെയ്ത് പഠിക്കുമ്പോൾ ആ ചെറിയ ഗോളമാകുന്ന ഭൂമിയുടെ 4/3 ഭാഗവും വെള്ള, അതിലൊരു ഭാഗം കര. ആ കരയിലൊരു ചെറിയ രാജ്യമാണ് പലസ്തീൻ. അവിടെ ഒരു ചെറിയ ഗ്രാമമാണ് നസറത്ത്. അവിടെ ഒരു ചെറിയ പെൺകുട്ടിയാണ് മറിയം എന്ന് പറയുന്ന പെൺകുട്ടി. വലിയവനായ ദൈവം ചെറുതായതിനെ പറ്റിയാണ് പറയുന്നത്. ആ ചെറിയ പെൺകുട്ടി, ഞാനൊരു കണക്കെടുക്കുക, 6 അടി പൊക്കം. 6 അടി പൊക്കമുള്ള മറിയത്തിൻ്റെ ഒരവയവമാണ് ഉദരം. ആ ഉദരത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരു അവയവമാണ് ഗർഭപാത്രം. ആ ഗർഭപാത്രത്തിൽ ചെറുതായിട്ട് ഉരുവായ ക്രിസ്തു. വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ അവൻ ചെറുതായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചു. മന്ന ക്രിസ്തുവിന് നിഴല. അങ്ങനെയെങ്കിൽ നമ്മുടെ വലിപ്പഭാവമെല്ലാം അങ്ങ് മാറ്റിവെക്ക്. ഞാൻ വലിയ ആളാ, ഞാൻ വലിയ പുള്ളിയാ, അതൊന്നും ചിന്തിക്കരുത്. വലിയവനായ ദൈവത്തിന് എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ ചെറുതായിട്ട് ഈ ഭൂമിയിൽ അവതരിക്കാമെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ഭാവമെല്ലാം മാറ്റിവെക്ക്. വലിപ്പഭാവമൊക്കെ നമ്മൾ കണ്ടതല്ലേ, ഇല്ലേ? എല്ലാവരുടെയും വലിപ്പഭാവം കണ്ടതല്ലേ? നല്ല ഒരു അസുഖം വരട്ടെ, വലിപ്പഭാവം പോകുകയല്ലേ? ഞാൻ എവിടെ അന്ന് എന്നോട് ചോദിക്കരുത്, ദൃഷ്ടാന്തം പറഞ്ഞ
അടുത്ത കാലത്ത് നടന്ന സംഭവമാണ്, ഒത്തിരി വർഷമായില്ല. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവർ മറ്റുള്ളവരെ അടുക്കളയിൽ പോലും കയറ്റുകയില്ല, മറ്റ് സ്ത്രീകളെ. അയിത്തം അടുത്ത കാലത്താണ്. അവർ കൊട്ടാരത്തിലെയാണെന്നാണ് പറയുന്നത്. കാണാനുമൊക്കെ മിടുക്കിയ, വേറെ ആരുടെയും വെള്ളം മേടിച്ച് കുടിക്കുകയില്ല, അടുക്കളയിൽ കയറ്റുകയില്ല. ആയ കാലത്ത് അവസാനം പരുവക്കേടായി. പരുവക്കേടായെന്ന് പറഞ്ഞാൽ പൊതുവെ പറയാൻ തന്നെ നമുക്ക് സങ്കടവും ലജ്ജയും തോന്നും. അവസാനം അടുക്കളയിൽ തന്നെ അവരങ്ങ് കിടക്കുക. നമ്മുടെ ഒരു സഹോദരിയോടൊരു വേണ്ടപ്പെട്ട ഒരു അമ്മയോട് പറഞ്ഞ്, ആരേലും ഒരാൾ വന്ന് ഇച്ചിരി വെള്ളം അനത്തി തരാൻ. വലിപ്പഭാവം ഒന്നും വിചാരിക്കരുത്. വേറൊരു ദൃഷ്ടാന്തം പറയാം. ഞങ്ങളുടെ നാട്ടിലെ പുളുങ്കുന്നിലെ ഒരു ധനാഢ്യനായ മനുഷ്യനുണ്ടായിരുന്നു ആയ കാലത്ത്. ഇതൊക്കെ ചരിത്ര സംഭവങ്ങളാണ്. ആയ കാലത്ത് വലിയ ധനാഢ്യനാണ് അദ്ദേഹം, നാട്ടിലെ പ്രമുഖനാണ് അന്നത്തെ കാലത്ത്. ആ നിലയിൽ അദ്ദേഹം എവിടെയോ ദൂരയാത്ര കഴിഞ്ഞ് 6-നക്കരെ വന്നിച്ച് മോനെ വിളിച്ചു. ഡാ, വള്ളമായിട്ട് ഇക്കരെ വരാൻ പറഞ്ഞു. ഷാളുമൊക്കെ ഇട്ട് വടിയൊക്കെ ആയിട്ട് ഞാൻ നിൽക്കുക. ഡാ, വള്ളമായിട്ട് ഇക്കര. അപ്പം അവനെ മോൻ ചുരുളം വള്ളമുണ്ട്. വള്ളം അവരുടെ വീട് അക്കരയാണ്. അക്കരയിൽ നിന്ന് കടവിൽ നിന്ന് വള്ളം അഴിച്ച് ഇക്കരയ്ക്ക് വരാൻ നേരത്ത് ഒരു ഈഴവ സ്ത്രീ ആ പയ്യനോട് പറഞ്ഞു, കുഞ്ഞേ, അക്കരയ്ക്കാന്ന് എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകും. ആ ചെറുക്കനൊരു മനസാക്ഷി ഉള്ളതാണ്. അപ്പം ഇക്കരയ്ക്ക് വള്ളം കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പുള്ളി വേറെ 1-2 പേരോട് സംസാരിച്ച് നിൽക്കുക. ആ സമയത്ത് വള്ളം അടിച്ചപ്പോൾ ഈ ഈഴവ സ്ത്രീ പറഞ്ഞു, കുഞ്ഞേ, അക്കരയ്ക്കാന്ന് എന്നെയും കൂടെ ഒന്ന്. അപ്പം അവൻ പറഞ്ഞെന്നാൽ കയറിക്കോ, ഏതെങ്കിലും അക്കരയ്ക്ക് വള്ളം പോകല്ലേ. ഈ സ്ത്രീയെ കയറ്റി അവർ വള്ളത്തിൻ്റെ മുൻവശത്തിരിക്കുക. അവൻ പുറകിൽ തുഴഞ്ഞ് വള്ളം ഇക്കരയ്ക്ക്, ആറിനിക്കര അല്പം വീതിയുള്ള ആറാണ്, ഇക്കര അടുക്കാറായപ്പോഴാണ് ഇദ്ദേഹം സംസാരിച്ച് തിരിഞ്ഞു നോക്കിയപ്പം വള്ളം ഇക്കരയ്ക്ക് വരുന്നു. വള്ളത്തിലൊരു സ്ത്രീ ഇരിക്കുന്നു. സ്ത്രീയെ പരിചയമുണ്ട്. പിന്നെ അദ്ദേഹം അവിടെ നിന്ന് ആക്രോശിച്ച് വള്ളം എടുക്കാൻ പോവുക. അദ്ദേഹം പറഞ്ഞ പദം അതുപോലെ ഞാൻ അങ്ങോട്ട് പറയാൻ പോവുക. വലിപ്പഭാവം നിർത്തണമെന്ന് പറയാൻ ഉദാഹരണമായി പറയുന്നത്. അദ്ദേഹം ആ കരയ്ക്ക് എന്ന് വെച്ച് പറഞ്ഞു, എടാ, ചോപത്തീനെയാണ് ആണോടാ വള്ളത്തെ കൊണ്ടുവരുന്നത്, കൊണ്ടിറക്കടാ അവളെ അക്കറെ. ആ മനുഷ്യൻ പറഞ്ഞ, ചോവത്തീനെയാണോ വള്ളത്തെ കൊണ്ടുവരുന്നത്, ഇറക്കടാ കൊണ്ട് അവളെ അക്കറെ. ചെറുക്കൻ പേടിച്ചു പോയി. അന്നത്തെ കാലമാണ്. അടുക്കാറായ വള്ളം അവൻ പിന്നെയും തിരിച്ചക്കരയ്ക്ക് കൊണ്ടുപോയി. ഇല്ല, അയാൾ വള്ളം മുക്കി കൊന്ന് അവനെയും കൊല്ലും. വള്ളം അക്കരെ കൊണ്ടുപോയി ആ സ്ത്രീയെ വീണ്ടും അവിടെ ഇറക്കി. വീണ്ടും തിരിച്ച് വള്ളം ഇക്കരെ വന്നു. അദ്ദേഹം വള്ളത്തെ കയറി അക്കരെ പോയി. നടന്ന സംഭവിച്ചത് കേൾക്കണോ? ചില വർഷങ്ങൾ കഴിഞ്ഞ് കുടുംബക്കാർ തമ്മിൽ മറ്റു ചില വിഷയങ്ങളിൽ പ്രശ്നമായി കേസും കോടതിയും വഴക്കായി. നിലവും വിറ്റു, വിൽക്കേണ്ടി വന്നു. വസ്തുവും വിറ്റ്, പുരകിടവും വിറ്റ്, വീടും വിറ്റ്, മുഴുവൻ വിറ്റ് അഷ്ടിക്ക് വകയില്ലാതായി. ഒടുവിൽ പഞ്ചായത്തുകാരെ അനുവദിച്ച കടത്തിറക്കുന്ന ജോലിയായി. പുളുങ്ങുന്ന് പഞ്ചായത്ത് അനുവദിച്ച കടത്തിറക്കുന്ന ജോലി. അന്ന് കടത്തിറക്കി 5 പൈസയും 10 പൈസയാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, വേറൊരു മനുഷ്യൻ എഴുതിയ പുസ്തകമാണ്, അനുഭവമാണ് എൻ്റെ കയ്യിലുണ്ടത്. ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഒരു ചോവത്തിയെ ഇക്കരെ കൊണ്ടുവന്നതിന് മകനെ ആക്രോശിച്ച് അക്കരെ ഇറക്കിയ മനുഷ്യൻ, വലിപ്പഭാവമുള്ള മനുഷ്യൻ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, എത്രയോ ചോവത്തീനെയും, എത്രയോ പറയ സ്ത്രീകളെ, എത്രയോ പുലിയ സ്ത്രീകളെ, എത്രയോ മണ്ണാ സ്ത്രീകളെ, എത്രയോ നായർ സ്ത്രീകളെ, എത്രയോ മറ്റ് സ്ത്രീകളെ തുഴഞ്ഞ് അക്കരയും കൊണ്ടിറക്കി. നീ വലിപ്പഭാവം വിചാരിക്കരുത്. ഞെളിയാളെ ഭയപ്പെട്. വലിയവനായ ദൈവം എന്നെ നിങ്ങളെ രക്ഷിപ്പാൻ ഈ ഭൂമിയിൽ ചെറുതായിട്ട് അവതരിച്ചു. അതുകൊണ്ട് ഞാൻ വലിയ പുള്ളിയാ, ഞാൻ ഇവിടുത്തെ വലിയ ആളാന്ന് പറഞ്ഞ് ഞെളിയരുത്. നീ ദൈവത്തെ ഭയപ്പെട്, ഞെളിയാളെ ഭയപ്പെട്. ഞാൻ എല്ലായിടത്തും പ്രസംഗിച്ചതാ, ഒന്നുകൂടെ അങ്ങ് പറയാം. വെള്ളപ്പൊക്കം വന്നപ്പോൾ കണ്ടതല്ലേ വലിപ്പഭാവം, കണ്ടതല്ലേ? ആ, ഞാൻ എൻ്റെ കട്ടിലേ കിടക്കുകയുള്ളൂ. എന്നുവെച്ച് പിന്നെ ക്യാമ്പിൽ പോയി ബെഞ്ചടിപ്പിച്ചിട്ട് കിടന്നതോ, തലണയില്ലാതെ. കണ്ടതല്ലേ? നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന്. വണ്ടിയില്ലെങ്കിൽ യോഗത്തിന് പോകുകയല്ല. വെള്ളം പൊങ്ങിയപ്പാട്ട് ഒരു മുടുത്ത തള്ള ചെമ്പിനകത്തിരിക്കുന്ന ഒരു മുടുത്ത ചെമ്പിനകത്ത്
കണ്ടതല്ലേ? ഇല്ലേ? വലിഭഭാവം വിചാരിക്കരുത്. ചില സഹോദരിമാര് സഭയിലൊക്കെ വരുമ്പോൾ ക്രെഡിറ്റ് പറഞ്ഞ, അമ്മാമ്മേ എല്ലാ പിള്ളേരെയും പോലെ അവൾക്ക് ചിക്കൻ ഇല്ലാതെ ചിക്കൻ, അവളെ എല്ലാ പിള്ളേർ അവൾക്ക് പ്രത്യേക സ്വഭാവമാണ് ചിക്കൻ. മോനാണെങ്കിൽ ബീഫ് എങ്ങനെ അവന് ഒലത്തണം. ഒലത്തിക്കൊട് കഴിച്ചു നിന്നെ ഒലത്തും. ഇനി എന്നെ ഒലത്താനാ ഒരുമാതിരി എല്ലാത്തിനും ഒലത്തി വെച്ചിരിക്കുക. അവനിപ്പം 12 വയസ്സുള്ള യോവൻ അവൻ ഒലത്തി വെച്ചിരിക്കുക. കണ്ടതല്ലേ വലിപ്പ പാവം. ചിക്കനും മട്ടനും ഒക്കെ ഡാഡിക്ക് മട്ടൻ വേണം. ഡാഡി എല്ലാവരെയും പോലല്ല. എന്ത് മട്ടൻ നിന്ന ഡാഡിയാ? ഇവനെല്ലാം വെള്ളുകപ്പയും മാട്ടുകപ്പയൊക്കെ തിന്ന് ഇല്ലേ? ചെണ്ടമുറിയൻ മീൻ ഒന്നുമില്ലാഞ്ഞിട്ട് മുളക് അടച്ചോറ്റപ്പറ്റി പലക വെച്ച് ഉടച്ച് അത് ഇച്ചിരി തോണ്ടി കീറിയെല്ലാം നീറി പെരക്കി ചുറ്റും പൂത്തലെടുത്ത് നടന്ന് അവൻ്റെ എല്ലാം ഇരിപ്പ് കണ്ടിട്ടിപ്പം എന്ത് മട്ടൻ തിന്നവന്മാര്. ചിലക്ക് മട്ടൻ ഇല്ലെങ്കിൽ മട്ടൻ. എടാ വാട്ടുകപ്പ തിന്നത് മറക്കരുത്, മുളകുടച്ച് തിന്നത് മറക്കരുത്. ദൈവം ഇപ്പൊ തരുന്നുണ്ടെങ്കിൽ സ്വോത്രത്തോട് അനുഭവിക്കും. നിഗളിക്കരുതെന്നായി പറഞ്ഞത്, അഹങ്കരിക്കരുതെന്നാ പറഞ്ഞത്. നല്ലൊരു വീടില്ലായിരുന്നു, നല്ലൊരു വണ്ടി. നമുക്ക് 50 കൊല്ലം മുമ്പ് ആർക്കൊക്കെ ഉണ്ടായിരുന്ന കാറ്? പെന്തിക്കോസുകാരുടെ കാര്യമായി പറയുന്നത്. അല്ലാതെ ആർക്കാ കാറ്? നമുക്ക് കാറുണ്ടായിരുന്നു, മഴക്കാറ്. അതാ നമ്മുടെ കാറ്. ഞെളിയാതെ ഭയപ്പെട്, ദൈവത്തെ ഭയപ്പെട്. വലിഭാവം ചില സ്വാതന്ത്ര്യം തരുന്നുണ്ടല്ലേ? വലിയ ഇത് എല്ലാവർക്കും കൈ കൊടുക്കത്തില്ലല്ലോ, എല്ലാവരുടെയും മിണ്ടത്തില്ലല്ലോ, എല്ലാ വീട്ടിലും പ്രാർത്ഥന വെച്ചാൽ പോകത്തില്ലല്ലോ. ശ്രദ്ധിച്ചേ, എല്ലാ വീട്ടിലും പ്രാർത്ഥന വെച്ചാൽ പോകത്തില്ല. അഥവാ പോയ ഭക്ഷണം കഴിക്കത്തില്ലല്ലോ. അന്നൊരു പ്രത്യേക ഉപവാസം. നീ വെളച്ചിലെടുത്താൽ നിനക്ക് അൾസർ ഉണ്ടാകും. ഇത് ഉപ്പാപ്പ കളിയല്ല, തീ കളിയാന്ന് ഓർത്തോണം. വെളച്ചിലെടുക്കരുത്. ദൈവം നിന്നെ അടിക്കും. ഞെളിയാതെ ഭയപ്പെട്, ഞെളിയാതെ ദൈവത്തെ ഭയപ്പെട്, അഹങ്കരിക്കാതെ വിനയപ്പെട്. ദൈവത്തിന് സ്തോത്രം. യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികൾ നടക്ക്. വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ ചെറുതായിട്ട് അവതരിച്ചു. അതാ മന്ന. ഒന്ന്, ഇത് മുകളിൽ നിന്ന് വീണതാ, ഉയരത്തിൽ നിന്ന് വന്ന, മുകളിൽ നിന്ന് വന്ന നസ്രയൻ. 2, വലിയവനായ ദൈവം ചെറുതായിട്ട് അവതരിച്ചു. 3, ഈ മന്നയുടെ പ്രത്യേകത ഇത് ഉരുണ്ടായിരിക്കുന്നത്. ഉരുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, മന്നയ്ക്ക് മൊനയില്ല, ഉരുണ്ടിരിക്കുക. എങ്ങനെ നോക്കിയാലും മൊനയില്ല. അതാ മന്ന, മൊനയില്ലാത്തതാ. മേളിൽ നിന്ന് നോക്കിയാലും മൊനയില്ല, ഉരുണ്ടിരിക്കുകയല്ലേ. താഴെ നിന്ന് മേളിലോട്ട് നോക്കിയാലും മൊനയില്ല, സൈഡിൽ നിന്ന് നോക്കിയാലും മൊനയില്ല, അപ്പുറം നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഉരുണ്ടല്ലേ ഇരിക്കുന്നത്, ഒരു മൊനയില്ല. 6 കോടതി മാറി മാറി നോക്കി മൊന കാണാൻ, ഒരു മൊനയും കണ്ടില്ല. പീലാത്തോസ് സഹസ്ര കോടി നോക്കി, യാതൊരു മൊനയും കുറ്റവും കണ്ടില്ല. ഹെരോദാവ് സഹസ്ര കോടി നോക്കി, യാതൊരു മൊനയും കുറ്റവും കണ്ടില്ല. സന്നിധി സംഘങ്ങളും മഹാപുരോഹിതന്മാരൊക്കെ വട്ടം കൂടി ചുറ്റും നിന്ന് നോക്കി എന്തെങ്കിലും മൊന കണ്ടുപിടിക്കാൻ. ഒടുവിൽ കള്ളസാക്ഷിയെ കൊണ്ടുവന്ന് ഒത്തുവന്നില്ല. യാതൊരു മുനയില്ലാത്തവൻ, ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമാശാത്തവൻ, പാപമറിയാത്തവൻ, പാപമില്ലാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ വലിയവൻ, മോശയിലും വലിയവൻ, ശലോമോനിലും വലിയവൻ, ദൈവാലയത്തേക്കാൾ വലിയവൻ, യോശുവയിലും വലിയവൻ, ഹാബീലിനേക്കാൾ വലിയവൻ, യോശുവയേക്കാൾ വലിയവൻ, ദൂതന്മാരെക്കാൾ വലിയവൻ, അപ്പോസ്തലന്മാരെക്കാൾ വലിയവൻ, സ്വർഗത്തേക്കാൾ വലിയവൻ. ഹല്ലേലൂയ. യാതൊരു മുനയില്ലാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. ഞാൻ എൻ്റെ വാക്ക് നിർത്താം. 1, മുകളിൽ നിന്ന് വന്നവൻ. 2, ചെറുതായി തീർന്നവൻ. 3, ഒരു മുനയില്ലാത്തവൻ. 4, ഈ മന്നയുടെ പ്രത്യേകത വൃത്താകൃതിയാ, വൃത്തമാ. സൂക്ഷ്മ ഒരു വൃത്തം ഒന്ന് വരച്ചേച്ച് പിന്നെ നോയിക്ക്, എവിടെ തുടങ്ങി എവിടെ നിർത്തിയെന്ന് അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ആരംഭവും അവസാനമില്ലാത്തവൻ, അനാദിയായും ശാശ്വതമായുള്ളവൻ, ആർക്കും നിർണയിക്കാൻ പറ്റാത്തവൻ, ഉന്നതനും മഹിമയുള്ളവൻ,
കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവം നിത്യനായ ദൈവമാ. അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊന്തിപ്പൊങ്ങുമെന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു. 50 വർഷവും 100 വർഷവും 1000 വർഷം പഴക്കമല്ല. അവൻ അനാദിയായും ശാശ്വതമായുമുള്ള നമ്മുടെ ദൈവമാ. ഈ ദൈവത്തെ സേവിക്കുവാനും ആരാധിക്കാനും ലഭിച്ചതാ ഏറ്റവും വലിയ ഭാഗ്യം. എന്നെ കേൾക്കുന്ന കർത്തദാസന്മാരെ, ഈ കർത്താവിനെ ശുശ്രൂഷിക്കുന്നതാ ഏറ്റവും വലിയ ഭാഗ്യം. ആ കർത്താവിൻ്റെ പടയാളിയായതാ ഏറ്റവും വലിയ ഭാഗ്യം. ആ കർത്താവിനെ സേവിക്കുന്നതാ ഏറ്റവും വലിയ ഭാഗ്യം. ഇതൊരു ശുശ്രൂഷയാണ് സഹോദരൻ. ഇതൊരു പ്രോഗ്രാമല്ല, ഇത് ശുശ്രൂഷയാണ്. ഇതൊരു ശുശ്രൂഷയാണ്. ഇതെല്ലാവരും ശുശ്രൂഷയാണ്. വാക്യം വായിച്ചു തരുന്നൊരു ശുശ്രൂഷയാണ്. കൊച്ചമ്മ അതൊരു ശുശ്രൂഷയാണ്. കസാര ഇടുന്നൊരു ശുശ്രൂഷയാണ്. ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഒരു സ്തോത്രമൊക്കെ പറഞ്ഞു, അത് വലിയ ശുശ്രൂഷയാണ്. പിന്നെ എല്ലാറ്റിലുപരി ഞാൻ പറയാനുണ്ട്, ഞങ്ങളെപ്പോലുള്ളവർ നിൽക്കുന്നത് നിങ്ങളെപ്പോലുള്ളവർ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ ഒരു അഭിപ്രായം പറയാൻ ശരിയോ തെറ്റോ, തിയോളജിയന്മാരൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാൻ പേടിച്ചാ പലതും ഇപ്പം പറയുന്നത്. എല്ലാം അങ്ങ് തിയോളജിയന്മാരാണ്. ഇപ്പം ഇപ്പം പഠിക്കുന്നത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പഠിത്തം അറിയത്തില്ല. എങ്കിലും എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്, 1 ദൈവത്തിൻ്റെ കൃപ, 2 നിങ്ങളെപ്പോലുള്ളവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. അല്ല, ഞങ്ങളുടെ മിടുക്കൊന്നുമല്ല. ഞങ്ങളുടെ മിടുക്കൊണ്ടൊന്നും നടക്കത്തില്ലെന്നുള്ളതാ സത്യം. അനേകർ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ദൈവം നിർത്തുന്നത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം പറയാം, പ്രതിഫലം വിഭജിക്കുമ്പോഴേ നിങ്ങൾക്കും പ്രതിഫലമുണ്ട്. എനിക്കൊന്നും ചെയ്യാനൊത്തില്ല, ഞാൻ ട്രാക്റ്റ് കൊടുത്തില്ല, ഞാൻ പ്രസംഗിച്ചില്ല, ഞാൻ ശുശ്രൂഷിച്ചില്ല. എൻ്റെ കൂടെ ഇറങ്ങിയ മേരിക്ക് നല്ല ശുശ്രൂഷയാണ്. മേരി എന്നും മേരി കുടുംബക്കാര്യം പോലും നോക്കില്ല. വായുവായിട്ട് രാവിലെ ഇറങ്ങും. ഭർത്താവിന് പോലും കട്ടനിട്ട് കൊടുക്കുകയല്ല. അവനവിടെ നറന്ന് കുത്തിരിക്കുക. മേരി എന്ത് ശുശ്രൂഷ. പക്ഷെ വേറൊരു കാര്യം പറയാം, ദൈവദാസന്മാർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ്. വാക്യം വായിച്ചു കൊടുക്കുന്നത് വലിയ ശുശ്രൂഷയാണ്. പാട്ട് പാടുന്നതും കൈയടിക്കുന്ന ഒരു വലിയ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവ ശുശ്രൂഷ തന്നിട്ടുണ്ട്. ആരാ ശുശ്രൂഷ ഇല്ലാത്ത? കോവൂരെ കുഞ്ഞോളച്ചമ്മ പറഞ്ഞൊരു സാക്ഷ്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. പണ്ട് അവരുടെ വീട്ടിലെ ഈ ശുശ്രൂഷ നടക്കുമ്പോൾ ഭൂതം പിടിച്ചവരെയൊക്കെ വരും, പ്രാർത്ഥിച്ച് സൗഖ്യമാകും. അപ്പം മല്ലപ്പള്ളിക്കാരനടുത്ത് അച്ചായൻ എല്ലാ ആഴ്ചയിലും ഓരോരുത്തരെ കൊണ്ടുവരും, ഷാജി പിടിച്ചതിനെയൊക്കെ കൊണ്ടുവരും. അതുകൊണ്ട് അച്ചായന് പുറകിൽ കസാരിൽ ഇങ്ങനെ അനങ്ങാതിരിക്കും. കൊച്ചമ്മയും ബാവച്ചായനും അവിടെ ഉള്ളവരെല്ലാം കൂടെ പ്രാർത്ഥിക്കും, ഭൂതം വിട്ടുപോകും. തിരിച്ചവരെ അച്ചായൻ അങ്ങ് കൊണ്ടുപോകും. ഈ അപ്പച്ചൻ ഒരിക്കൽ കുഞ്ഞോളച്ചമ്മ പറഞ്ഞു, ഇന്ന് എല്ലാവരും സാക്ഷ്യം പ്രസ്താവിക്കണം, നിങ്ങൾക്കൊക്കെ എന്തോ കൃപാവരമാവുള്ളതെന്ന് പൊതുപ്രയോജനത്തിന്. അപ്പോൾ ഓരോരുത്തരും എഴുന്നേറ്റ് പാട്ട് പാടി. എനിക്ക് വെളിപ്പാടുണ്ട്, പ്രവചനമുണ്ട്. അപ്പോൾ എല്ലാം സമ്മതിച്ചു. ഒടുവിൽ ഈ അച്ചായൻ എഴുന്നേറ്റു. അപ്പോൾ എല്ലാവരും ചിന്തിച്ചു, പുള്ളി കൈ പഠിക്കത്തില്ല, പാട്ടും പാടുകയില്ല, പ്രാർത്ഥിക്കത്തില്ല, പുള്ളിക്ക് എന്നാ കൃപാവരമാണ്. അപ്പോൾ അച്ചായൻ എഴുന്നേറ്റ് പറഞ്ഞു, കോവൂരുകാരുടെ ഒരു കാര്യം പറയാം, നിങ്ങൾക്കെല്ലാം കൃപാവരമുള്ളവരാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതം പോവും, രോഗി സൗഖ്യമാകും. ഒത്തിരി അത്ഭുതങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, എനിക്കും അതറിയാം. എനിക്കൊരു കൃപാവരമുണ്ട്. അപ്പോൾ എല്ലാവരും ചിന്തിച്ചു, കൈയടിക്കാത്ത പുള്ളിക്ക് എന്നാ കൃപാവരം. അപ്പോൾ പുള്ളിയുടെ ഭാഷമാണ് എൻ്റെ കൃപാവരം. മല്ലപ്പള്ളിയിലും കീഴുവായ്പൂരും പടുതോടും കിടക്കുന്ന ഭൂതം പിടിച്ചവനെ എല്ലാം രാവിലെ എന്ന് തേച്ച് കുളിപ്പിച്ച് വണ്ടിയെ കയറ്റി ടിക്കറ്റ് എടുത്ത് കോവൂര് കൊണ്ടിറക്കുന്നതാണ് എൻ്റെ കൃപ. അതൊരു വലിയ കൃപയാണ്, ആരും ചെയ്യാത്ത കൃപയാണ്. നീ കൺവെൻഷൻ ചിലപ്പോൾ 10 രൂപയായിരിക്കും ഇട്ടത്, അത് നിൻ്റെ അവസ്ഥയിൽ നിന്നാണ് ഇട്ടത്. അറിയുന്നൊരു ദൈവമുണ്ട്. ഈ യോഗത്തിന് വന്നിരിക്കുന്നത് ഒരു വലിയ കൃപയല്ലേ. നിങ്ങൾ വന്നിരുന്നില്ല, ഞങ്ങൾ പിന്നെ ആരോട് പറയാനാ? ഞങ്ങളിങ്ങനെ ആൾ കളിച്ച് ഇപ്പോൾ കൊല്ലുവെന്നും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വന്നിരിക്കുന്നതുകൊണ്ടല്ലേ. അതൊരു വലിയ കൃപയാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവം കൃപ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആരും നിരാശപ്പെട്ടു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അവൻ വലിയ കൃപയാണ്. ഉന്നതൻ ക്രിസ്തുവാണ്, ശ്രേഷ്ഠനാ ക്രിസ്തു. യാതൊരു മുനയില്ലാത്തവൻ, ഓലമില്ലാത്തവൻ, ആദിയും ആരംഭവും ഇല്ലാത്തവൻ, അവസാനമില്ലാത്തവൻ, നിത്യൻ. 1-2 കാര്യോട് പറഞ്ഞങ്ങ് നിർത്തുക. മന്നയുടെ അടുത്ത പ്രത്യേകത, ഇത് കൂടാരവാതക്കലാണ് പൊഴിഞ്ഞു കിടക്കുന്നത്. രാത്രിയിൽ ഇങ്ങനെ പൊഴിയും. അധികാലത്ത് കൂടാരവാതിൽ തുറന്നു ചെല്ലുമ്പോൾ വാതക്കൽ മഞ്ഞ കിടപ്പുണ്ട്. ഈ മഞ്ഞും കൂടെ വരുന്നത്. മഞ്ഞ് തട്ടി മാറ്റുമ്പോൾ അകത്ത് മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞയാണ്. മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞ. അപ്പോൾ മഞ്ഞും കൂടെ രാത്രിയിൽ ഇങ്ങനെ പൊടിയുന്നത്, മഞ്ഞും മഞ്ഞയും കൂടെ.
രാവിലെ ചെല്ലുമ്പോൾ മഞ്ഞ് തട്ടി മാറ്റുമ്പോൾ അകത്ത് മഞ്ഞ, മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞ. അത് രണ്ട് വ്യാഖ്യാനം ഒന്നും നടത്തുന്ന കുഴപ്പമില്ല. മഞ്ഞ് എല്ലായിടത്തും അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ പരിശുദ്ധാത്മാവിന് നിഴല. മഞ്ഞ ക്രിസ്തുവിനും തിരുവചനത്തിനും നിഴല. അങ്ങനെയെങ്കിൽ ദൈവകുഞ്ഞുങ്ങളോടൊരു കാര്യം പറയാം, നമുക്ക് ആവശ്യം മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞയാണ്. അത് കടിക്കുന്നവനെ കണ്ടാലറിയാം. മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞ കടിക്കുന്നവനെ കണ്ടാലറിയാം. ഉണ്ടോന്നൊന്നും ചോദിക്കണ്ട. നമ്മൾ ചോദിക്കുന്നത് ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ പുറകിലിരിപ്പുണ്ട്. അമ്മാമ്മ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ സൈഡിലിരിപ്പുണ്ടായിരുന്നു. കൊച്ചമ്മ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ഇടയ്ക്കിരിപ്പുണ്ടായിരുന്നു. ബേക്കുട്ടി ഉണ്ടായിരുന്നു, ഞാൻ ആ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. ബാസ് കാണാൻ കേട്ടാ. എടാ, മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞ കഴിക്കുന്നവനോട് അങ്ങനൊന്നും ചോദിക്കണ്ട. അവൻ പിറകെ ഇരുന്നാലും സൈഡിൽ ഇരുന്നാലും ഇടയ്ക്കിരുന്നാലും ഫ്രണ്ടിലിരുന്നാലും അവൻ വന്നാൽ അറിയും. അവന്റെ ഗ്ലോറി കേൾക്കുമ്പോൾ അറിയാം ഇത് കടിച്ചത് മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞയാണ്. അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം ഇവൻ കടിച്ചത് പ്രത്യേക ഭക്ഷണമാണ്. മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞ കഴിക്കുന്നവനെ കണ്ടാലറിയാം. അതുകൊണ്ട് നമുക്ക് മഞ്ഞും വേണം മഞ്ഞയും വേണം എന്ന് പറഞ്ഞാൽ, മഞ്ഞ് എല്ലായിടത്തും അല്ലെങ്കിൽ ചില വ്യാഖ്യാനം ചില ഭാഗത്ത് പരിശുദ്ധാത്മാവിന് നിഴലാണ്. മഞ്ഞ ക്രിസ്തുവിനും തിരുവചനത്തിനും നിഴലാണ്. ഈ ചില യോഗത്തിന് ചെന്ന് അവർക്ക് നല്ലതുപോലെ മഞ്ഞയുണ്ട്, മഞ്ഞില്ല. നല്ലതുപോലെ മഞ്ഞയാണ്. ഒരു വാക്യം അങ്ങോട്ടെടുത്താൽ അതിനെ കീറി, ഒരു വാക്യമാണെന്നില്ല 7 കീറിയതിനെ ഓരോന്നോരോന്നിട്ട് പിന്നെയും കീറി, ആ കീറിയതിനെ വീണ്ടും ഒരു കീറി തലമുടി നാര് കീറുന്നത് പോലെ കീറും. അഭിനന്ദിക്കുന്നു. നന്നായിട്ടറിയാം. കീറാവുന്നതിൻ്റെ പരമാവധി കീറി അതിനെ പകത്ത് അടുക്കടുക്കായിട്ട് തരും. മഞ്ഞില്ല. ഇങ്ങനെ പകത്ത് വെക്കുന്നല്ലാതെ മഞ്ഞില്ല. അത് കുഴപ്പടിയാ. എന്നാൽ ചില യോഗത്തിന് ചെന്നേ മുഴുവൻ മഞ്ഞയില്ല. മുഴുവൻ മഞ്ഞയില്ല. ഇതെല്ലാം കൂടെ അങ്ങോട്ട് അടിച്ച് പെരുക്കി ഇങ്ങനെ അങ്ങ് നിൽക്കുക, പോരുകാളം നിൽക്കും പോലെ. അപ്പൊ ഈ ചില പാട്ടുകാരെ ശ്രദ്ധിച്ച ചിലര് കണ്ണുകൊണ്ട് കാണിക്കും, ഓളിയം കൂട്ടിക്കുക, അതിനെ ഇങ്ങനെ നിൽക്കുക, തുള്ളി മനുഷ്യന്റെ പദം വരിക. ഇത് രണ്ടും കുഴപ്പടിയ. മഞ്ഞ തന്നെയാണെങ്കിലും പരിവക്കേടാ, മഞ്ഞ് തന്നെ ആണെങ്കിലും പരിവക്കേടാ. നമുക്ക് മഞ്ഞും വേണം മഞ്ഞയും വേണം. ആത്മനിറവിന്റെ ആരാധനയും വേണം, തിരുവചനത്തിന്റെ ശുശ്രൂഷയും വേണം. എൻ്റെ ഒരു അഭിപ്രായം, കർത്തൃദാസന്മാർ നിങ്ങൾക്കറിയാം, ഒരു അഭിപ്രായം പറയാം. നമ്മുടെ സഭായോഗത്തിൽ 1 മണിക്കൂർ നൃത്തം ചെയ്ത് ആരാധിച്ചോണം. പുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കണം. 1.5 മണിക്കൂർ തിരുവചനവും ശുശ്രൂഷിച്ചോണം. ആ സഭയെ എല്ലാം തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പെന്തിക്കോസ് ആരാധനയ്ക്ക് വിശേഷതയുണ്ട്. പെന്തിക്കോസ് ആരാധന ശ്രേഷ്ഠതയുടെ ആരാധനയാണ്. അവൻ ആഭിചാരവും മന്ത്രവാദവും ക്ഷുദ്രവും തന്ത്രങ്ങളും അടിഞ്ഞു മാറുന്ന ആരാധനയാണ് പെന്തിക്കോസ് ആരാധന. ഹല്ലേലൂയ. അതാ പെന്തിക്കോസിന്റെ ശക്തി. ആഭിചാരവും മന്ത്രവാദവും ഒന്നും നമുക്ക് വിഷയമല്ല. നമ്മുടെ ഇദ്ദേഹത്തിന് ശേഷം ഞങ്ങൾ അടുപ്പായതുകൊണ്ടാ ഒരു സാക്ഷ്യം പറഞ്ഞങ്ങ് നിർത്താൻ. പാസ്റ്റർ ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞതാ. കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരു മുസ്ലിയാരെ പരിചയപ്പെട്ടു. പേരെന്താന്ന് ചോദിച്ചു. അബ്ദുള്ള. എവിടാ വീട്? കോഴിക്കോട്ട്. എങ്ങോട്ട് പോകുന്നു? കാഞ്ഞിരപ്പള്ളിക്ക്. എന്താ? പുള്ളി പറഞ്ഞു ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒടുവിൽ അദ്ദേഹം പറഞ്ഞൊരു പദമുണ്ട്. ഈ പെന്തിക്കോസുകാരെന്ന് പറയുന്നൊരു വകുപ്പുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ അധികം ഇല്ല എങ്കിലും ഉണ്ട്. പക്ഷേ ഈ ദേശത്ത് ഒത്തിരി ഉണ്ട്. ഈ പത്തനംതിട്ട, റാന്നി, കുമ്പനാട്, പുല്ലാട്, കോട്ടയം, കോന്നി ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി ഉണ്ട്. പുള്ളി പറഞ്ഞ ഭാഷയാണ്. കാതും കഴുത്തും പറിച്ച കുറേ പെണ്ണുങ്ങളും, അദ്ദേഹം പറഞ്ഞതാണ്, കാതും കഴുത്തും പറിച്ച കുറേ പെണ്ണുങ്ങളും മീശ വടിച്ച കുറേ ആണുങ്ങളും യവന്മാരിങ്ങോട്ട് വന്ന് ഒരു തമ്പേറുമായിട്ട് വന്ന് 2 അടി ഒരു പാട്ട് ഒരു ചാട്ടവും ചാടുമ്പം ഞങ്ങൾ ചെയ്തത് മുഴുവൻ പൊട്ടുവന്നു. അതാ പെന്തിക്കോസ് ആരാധന. സകല ആഭിചാരവും മന്ത്രവാദത്തിന്റെയും കൂടോത്രത്തിന്റെയും ക്ഷുദ്രത്തിന്റെ കെട്ടടിക്കുന്ന ശക്തിയാ പെന്തിക്കോസിന്റെ ശക്തി. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതങ്ങൾക്കറിയാം. ഹല്ലേലൂയ.
നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ആയുധം ഫലിക്കത്തില്ല. ഏത് മന്ത്രവാദ ശക്തിയും പെന്തിക്കോസ് ആരാധനയുടെ മുമ്പിൽ നിൽക്കത്തില്ല. ഏത് ആഭിചാര ശക്തിയും നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. അതാ പെന്തിക്കോസ്, അതാ പെന്തിക്കോസിന്റെ ശക്തി. അതുകൊണ്ട് നമുക്ക് മഞ്ഞയും വേണം, മഞ്ഞും വേണം. ആത്മനിറവിൻ്റെ ആരാധനയും തിരുവചനത്തിൻ്റെ ധ്യാനവും. അങ്ങനെയുള്ള സഭയെ ഒരു ശക്തി പരാജയപ്പെടുത്തുകയല്ല. മറഞ്ഞിരിക്കുന്നവർക്ക് മന്ന കർത്താവ് കൊടുക്കാൻ പോകുക. അവൻ സാക്ഷാൽ മന്നയാകുന്ന ക്രിസ്തു. ആ ക്രിസ്തുവിനെ നമുക്ക് ലഭിക്കും. എങ്ങനെ? ജയിച്ചു ചെല്ലുമ്പോൾ. പാപത്തെയും ലോകത്തെയും ജഡത്തെയും ജയിച്ച് ജയജീവനം നയിക്കുന്ന വിശുദ്ധന്മാർക്ക് ആ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. കർത്താവിൻ്റെ മകത്ത് ജയിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം പറഞ്ഞ് എൻ്റെ വാക്ക് നിർത്തുക. ഒറ്റ വാചകം പറയാം. ജയിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം ജയിച്ചവൻ്റെ കൂടെ നിന്നോണം. ആരാ ജയിച്ചവൻ? മറ്റാരുമല്ല, നസ്രയനാകുന്നു യേശു ക്രിസ്തു. എന്തിനെ ജയിച്ചു? എല്ലാറ്റിനെയും ജയിച്ചു. ജനനം മുതൽ മരണം വരെ ജയമാ. മരണത്തെയും അവൻ ജയിച്ചു. എന്തേക്കും ജീവിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ആ ജയാളിയായ കർത്താവിനെ സേവിച്ചു, ആരാധിച്ചു, സ്നേഹിച്ചു മുൻപോട്ട് പോകുവാൻ ഏവർക്കും ദൈവം കൃപ നൽകട്ടെ.